എൻ്റെ ഇമാജിനേഷനിലുള്ള ഒരു ലോകമല്ല ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് എനിക്കവിടെ ചെന്ന് മനസ്സിലായി. എക്സ്പ്ലോർ യുവേഴ്സെൽസ് എന്ന് പറയുന്നതുപോലെ തന്നെ എക്സ്പ്ലോർ ദ സറൗണ്ടിങ്സുമുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു മാതൃഭൂമി ചാനലിൽ. പിന്നീട് അത് നിർത്തി അവർ. ആ വാർത്തയിൽ നമ്മൾ വില്ലനായി ചിത്രീകരിക്കുന്നയാൾ യഥാർത്ഥ വില്ലനായിരിക്കണമെന്നില്ല. അപ്പോൾ ജനം ഏറ്റുമുട്ടൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടെ വളഞ്ഞിരുന്നിട്ട് ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കുക. അപ്പോൾ മാർക്കോ സിനിമ കണ്ടതുപോലെ മാത്രമേ ഇപ്പോഴത്തെ ടെലിവിഷൻ ചാനൽ കാണാവൂ. തെറ്റായ കാര്യം, ഒരു വസ്തുതയുമില്ലാത്ത കാര്യം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും പറയാത്ത കാര്യം. എനിക്ക് വേറെ തോന്നരുത് കേട്ടോ, നീ എന്തിനാണ് ചെയ്തത്. അതെല്ലാം സമൂഹത്തിൽ വലിയ അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടടാ എന്ന് പറഞ്ഞിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. ആ സമയത്ത് നമുക്ക് കൈതരാൻ, വാക്കുകൾ കൊണ്ട് ശക്തി പകരാൻ, ഒന്ന് ഗൈഡ് ചെയ്യാൻ ഒക്കെ പറ്റുന്ന കോമ്പിറ്റൻ്റ് ആയ ആൾ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി തല വെച്ചെടുക്കരുത്. അല്ലെങ്കിൽ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ചായ് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട MP A റഹീം സാറാണ്. വെൽക്കം ടു ഷോ സർ. താങ്ക് യു, സന്തോഷം. സാറിൻ്റെ രാഷ്ട്രീയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് കലാലയ രാഷ്ട്രീയം വഴി തുടങ്ങി ഒരു യാത്രയാണല്ലോ. അത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് MP എന്ന പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഹൗ ഡു യു ഫീൽ, ലൈക്ക് ആ ഒരു മൊത്തത്തിലുള്ള യാത്ര, വാട്ട് ഡു യു ഫീൽ ആക്ച്വലി? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രയായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇവിടെ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ ഇനിയും കടന്നു പോകുന്ന എപ്പോഴും പൊളിറ്റിക്സിൻ്റെ വഴി, ഞാൻ എന്നെ മാത്രമല്ല പറയുന്നത്, വലിയ അനിശ്ചിതത്വങ്ങളുടെ ഇടമാണ്. അനിശ്ചിതത്വങ്ങളുടെ ഇടമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും നേടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിച്ചേർന്നോ എന്നൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനും ഉചിതമായ ചോദ്യവും ഉത്തരവുമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ നമ്മളിന്ന് കാണുന്ന പലരും, എന്നെ ചോദിച്ചല്ലോ, അതിൽ പലരും വന്ന വഴികൾ തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും നമുക്ക് വന്ന വഴികളെക്കുറിച്ച് അറിയില്ല. നമുക്കിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ എന്ന നേതാവിനെ നമുക്കറിയാവുന്ന ചാപ്റ്റേഴ്സല്ലേ, ഇത്രയല്ലേ ഉള്ളൂ, നമ്മൾ കണ്ട അല്ലെങ്കിൽ റീസെൻറ്റ് പാസ്റ്റാണ്. പക്ഷേ അതിനൊക്കെ മുൻപ് സഖാവ് പിണറായി, സഖാവ് കോടിയേരി, സഖാവ് MV ഗോവിന്ദൻ മാഷ്, ഏത് രാഷ്ട്രീയ നേതാവായാലും, ഇനി അപ്പുറത്തെ വശത്താണെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി ആവട്ടെ, ഏതൊരു രാഷ്ട്രീയ നേതാവായാലും അവർ രൂപപ്പെട്ട് വന്ന, അവരെ മോൾഡ് ചെയ്യപ്പെട്ട ഒരു കാലമുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി ആയിരിക്കും എല്ലാവരുടെയും. അതെല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാളുടെയും ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ കാണും. സ്വാഭാവികമായും രാഷ്ട്രീയം ഒരു ഹോൾ ടൈമർ എന്ന നിലയിൽ, ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നിൽക്കുന്ന ഒരു ആളെന്ന നിലയിൽ എൻ്റെ ലൈഫും അങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ലൈഫിലും അത്രത്തോളമൊന്നും ഇല്ലെങ്കിൽ പോലും തീർച്ചയായും, കാരണം അവരൊക്കെ ജീവിച്ച കാലഘട്ടവും അവരൊക്കെ വന്ന വഴികളിലെ സ്ട്രഗിളും എൻ്റെ കാലഘട്ടത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല, ഒരിക്കലുമല്ല. ഞങ്ങളുടെയൊക്കെ തലമുറയിലെ, ഇനി എൻ്റെ തലമുറയിൽ തന്നെ എന്നെപ്പോലെ എൻ്റെ തൊട്ട് മുമ്പുള്ള തലമുറയുണ്ട്, എന്നെ തൊട്ട് ശേഷമുള്ള തലമുറയുണ്ട്. ഈ കാലയളവിലുള്ള വിവിധ പാർട്ടികളിലുള്ള ആളുകൾക്കിടയിലും എനിക്കുമെല്ലാം തന്നെ സമാനമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. എനിക്ക് മാത്രം ഒരു വ്യത്യസ്തമായ അനുഭവം എന്ന് ഞാൻ കാണുന്നില്ല. ആ യാത്രയുടെ സങ്കീർണതകൾ എനിക്ക് മാത്രം ആപ്ലിക്കബിളായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അത് ഏറിയും കുറഞ്ഞും പലതരത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വന്ന സാഹചര്യങ്ങൾ, കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, പഠിച്ച ക്യാമ്പസുകൾ, ആ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതെല്ലാം കാരണം ഏതാണ്ട് ഒരുപോലത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ആയിരിക്കുമല്ലോ വന്നത്. അങ്ങനെ ഏതൊരാളിൻ്റെയും രാഷ്ട്രീയ പൊളിറ്റിക്കൽ യാത്ര എന്ന് പറയുന്നത് വളരെ കൗതുകരവും വളരെ രസകരവും ഒക്കെയായ യാത്രയായിരിക്കും. അത് കൗതുകരമാകുന്നത് നമുക്ക് ആ കൗതുകരമായ സ്ഥലങ്ങൾ അൺഫോൾഡഡ് ആയതുകൊണ്ടാണ്, അൺഫോൾഡ് അല്ലാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ അത് വളരെ മറച്ചു വയ്ക്കപ്പെട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ പീപ്പിളിൻ്റെ മുമ്പിൽ, ഇപ്പോൾ ഞാൻ DYFIയുടെ അല്ലെങ്കിൽ SFIയുടെ ഫോർ ഫ്രണ്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള എന്നെ ആർക്കും അറിയില്ലല്ലോ, അറിയേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? അതിന് ശേഷമുള്ള ഒരു കാലത്താണല്ലോ ഗ്രാജ്വലി പിന്നീട് പ്ലേസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ പല ഉത്തരവാദിത്തങ്ങൾ പുതുതായി ലഭിക്കുന്ന സന്ദർഭങ്ങളാണല്ലോ എന്നെ കൂടുതൽ അറിയുക.
അതിനുള്ള മുമ്പുള്ള കാലമെന്ന് പറയുന്നത് ഒരു അൺഫോൾഡഡ് സ്റ്റോറി അല്ല, അത് ആരുടെയും മുമ്പിലുള്ളതല്ല. അതുകൊണ്ടാണ് അതിനകത്തൊരു കൗതുകം, അല്ല ഇയാൾക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നല്ലേ എന്ന് തോന്നുന്നത്. അത് എല്ലാവരിലും തോന്നും. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്കായാലും ഏതൊരാൾക്കായാലും അങ്ങനെ തന്നെ തോന്നും. എനിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ യാത്ര വളരെ രസകരവും കൗതുകരവും അതേസമയം തന്നെ ശരിയായിരുന്നു. ഈ യാത്ര ഇതായിരുന്നു, ഇങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ഇടപെടേണ്ടിയിരുന്നത്, വരേണ്ടിയിരുന്നത് എന്ന് തോന്നുന്ന വിധം സംതൃപ്തി നൽകുന്നത് തന്നെയാണ്. സർ, അതായത് സാറ് ജനിച്ച വളർന്ന ആ കാലഘട്ടം ഇപ്പോഴത്തേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സമയത്ത് രാഷ്ട്രീയമാണ് എൻ്റെ കരിയർ എന്ന് എങ്ങനെ മനസ്സിലാവും? അതായത് കരിയർ അന്നത്തെക്കാൾ പ്രധാനം അന്ന് ജോലി പണം നേടുക എന്നുള്ളതുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന കാര്യങ്ങളെ പറ്റിയും എങ്ങനെയാണ്? വളരെ രസകരമായ ഇത് തന്നെയുണ്ട്. ഒന്ന്, ഞാൻ പൊളിറ്റിക്സിൽ സജീവമാകും എന്നൊന്നും എനിക്ക്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആ ഒരു ഏരിയ ആയിരിക്കും എൻ്റേത് എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിരുന്നില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം, പാഷൻ എപ്പോഴും രൂപപ്പെടുന്നത് വളരെ മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മളെ റോൾ മോഡലുകൾ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്ന ചില ആളുകളത് പറയുന്നത് അവിടേക്ക് ഉണ്ടായിരുന്ന നല്ല ട്രക്ക് ഡ്രൈവർമാരായിരുന്നു. കാരണം അവർ വളരെ, കാരണം അതവിടുത്തെ വളരെ ഒരു എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയായിരുന്നു എൻ്റെ മകൻ പോകുന്ന സ്കൂൾ ബസ്സിലെ ഇളയവൻ, അവൻ്റെ സ്കൂൾ ബസ്സിലെ ഈ ഹെൽപ്പറുണ്ട്, അദ്ദേഹം സ്കൂൾ ബസ്സിൽ ഈ കുട്ടികളെയൊക്കെ, അപ്പോൾ അയാളുടെ മാനറിസം എല്ലാം ഇവൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർത്തു. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നതിൽ നിന്ന് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റുകൾ രൂപപ്പെടും. പാഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇൻട്രസ്റ്റുകൾ രൂപപ്പെടും. അങ്ങനെയുള്ള താല്പര്യങ്ങൾ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ സ്കൂളിൽ ക്ലാസ്സിൽ ഞാൻ എവിടെയോ ഒരിടത്ത് എൻ്റെ ഒരു ടീച്ചർ, ആ ടീച്ചർ സെക്കൻഡ് ലാംഗ്വേജ് എന്ന അറബിക് ടീച്ചറാണത്. ഞാൻ പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് അറബിക് ആയിരുന്നില്ല, ഞാൻ മലയാളം തന്നെയായിരുന്നു. ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് മെയിൻ ലാംഗ്വേജ്, ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. പക്ഷേ ടീച്ചർ ഒരിക്കലും എന്നോട് ഇത് പറയുകയുണ്ടായി. എന്നോടെല്ലാം ക്ലാസ്സിൽ പറഞ്ഞു, ഇയാൾക്കൊരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ സ്കൂൾ ടൈമിൽ പറഞ്ഞത്. എനിക്കൊന്ന് നല്ലൊരു ടീച്ചറാണ് അവർക്കത് എന്നിൽ അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ടീച്ചറിനത് സെൻസ് ചെയ്തു എന്നുള്ളത് ഞാൻ ആ ഒരു മൂമെൻറ്റിനെ ഞാൻ മറന്നിട്ടില്ല. ടീച്ചർ പിന്നെ കണ്ടിട്ടില്ല ഞാൻ. എൻ്റെ LP സ്റ്റാൻഡേർഡിലോ UP സ്റ്റാൻഡേർഡിലോ മറ്റാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് എനിക്കങ്ങനെ ലീഡർഷിപ്പിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു സജീവ രാഷ്ട്രീയ നേതാവായോ രാഷ്ട്രീയ പ്രവർത്തകനായോ ഫുൾ ടൈമറായി മാറും എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്നു, അത്തരം ആക്ടിവിറ്റികളിൽ താല്പര്യം ഉണ്ടായിരുന്നു. ക്ലാസ്സിലൊക്കെ ഇതുപോലുള്ള മത്സരങ്ങളിൽ, തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാനും അതിലൊക്കെ തൽപരനായ ആളായിരുന്നു. പക്ഷേ എൻ്റെ പ്രീ ഡിഗ്രി ലൈഫിലേക്ക് ഞാൻ പോകുമ്പോൾ, പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ച് ആ കാലയളവാണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് SSLC കംപ്ലീറ്റ് ചെയ്ത് പ്രീ ഡിഗ്രിക്ക് പോകുന്ന സമയത്തൊന്നും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എൻ്റെ ഒരു ഓപ്ഷനായിരുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നില്ല. നന്നായി പഠിക്കണം, പിന്നെ ഒന്ന് അടിച്ചു പൊളിക്കണം. സ്കൂളൊക്കെ വിട്ടിട്ട് ഒരു ശ്വാസം കിട്ടുകയാണല്ലോ, പുറം ലോകം കാണുകയാണ്. അപ്പോൾ അതിൻ്റെ കൗമാരത്തിൻ്റെ എല്ലാ ഇതുണ്ടല്ലോ, ഇൻട്രസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ളൊരു സാധാരണ സാധനം മാത്രമായിരുന്നു. അത് പിന്നെ പൊളിറ്റിക്സ് എന്നുള്ളത് ഇൻട്രസ്റ്റിലേക്ക് വരുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. അത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്ന കാര്യം വേറൊരു കാര്യമാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പാഷനുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഞാനത് പറയുന്നത്. നിങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടുതൽ നിങ്ങളുടെ ഏരിയയും അതായതുകൊണ്ടാണ് ഞാൻ അത് ക്ലബ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത്. പാഷൻ പലപ്പോഴും രൂപപ്പെടുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ഇൻട്രസ്റ്റുകളും പാഷനുകളെല്ലാം, താല്പര്യങ്ങൾ, ഇതാകണമെന്ന ആഗ്രഹങ്ങളെല്ലാം ജനിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതെൻ്റെ ഒരു ലേണിംഗ് ആണ്. വളരെ കൗതുകമായ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറയാൻ തോന്നുന്നത്, ഓരോ മനുഷ്യനും അവരവരുടെ കഴിവുകൾ തിരിച്ചറിയാതെയാണ് ജീവിതാവസാനം വരെ കടന്നു പോകുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ചില കഴിവുകൾ അറിയാമായിരിക്കും, പക്ഷേ യഥാർത്ഥ കഴിവുകളും കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന ഏരിയകളും നമുക്ക് തിരിച്ചറിയാനാകാതെ പോകാറുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അത് എൻ്റെ തന്നെ ലൈഫ് എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ സ്കൂൾ കലോത്സവങ്ങളിലും
എല്ലാ ഇവൻറ്റുകളിലും മത്സരിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഞാനൊരിക്കലും സഭാകമ്പമായി മാറിയുന്ന ഒരാളല്ല. അപ്പോൾ ടേബിള ഉണ്ടാകും, ഫാൻസി ഡ്രസ് ഉണ്ടാകും, മോണോക്ട് ഉണ്ടാകും. മിമിക്രി എന്നൊരു ഏരിയ അല്ല, പക്ഷേ ബാക്കി ഏതാണ്ട് എല്ലാറ്റിലും ഉണ്ടാകും. പദ്യം പറയാനുണ്ടാകും. പാട്ട് പാടാൻ തീരെ അറിയില്ല, ഞാനത് കംഫർട്ടബിളേ അല്ല, അപ്പോഴും അല്ല ഇപ്പോഴും അല്ല. പക്ഷേ സമൂഹഗാനത്തിൽ മത്സരിക്കും, കൂടെ നിന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ കൂടെ നിന്ന് ചുണ്ടനയ്ക്കാൻ മതിയല്ലോ. അപ്പോൾ എല്ലാറ്റിലും പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു നാടകത്തിൽ, തിയേറ്റർ ഇവൻറ്റുകൾ എല്ലാറ്റിലും. പക്ഷേ വളരെ കൗതുകരമായൊരു കാര്യം, ആ ഘട്ടത്തിൽ ഒരിക്കലും ഞാൻ പ്രസംഗത്തിൽ മത്സരിക്കാൻ അപേക്ഷ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. മത്സരിച്ചിട്ടുള്ളതാണ്. പ്രസംഗിക്കാൻ, പാട്ടുപാടാൻ സമൂഹഗാനത്തിൻ്റെ ടീമിൽ നിൽക്കാം എന്ന് തോന്നുന്ന എനിക്ക് പ്രസംഗിക്കാനുള്ള എൻ്റെ കഴിവ് തിരിച്ചറിയുന്നേ ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തോന്നുന്നു. ഞാൻ ഈ കഴിവ് തിരിച്ചറിഞ്ഞത്, ഞാൻ റിയലൈസ് ചെയ്യുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അതൊരു ക്ലാസ് മുറിയിൽ വെച്ചാണ്. ആ ക്ലാസ് മുറി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് നിലവിൽ NSS കോളേജിലെ ഒരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിൽ വെച്ചാണ് വളരെ യാദൃശ്ചികമായി, അന്ന് ഞാൻ ക്യാമ്പസിൽ പോയിട്ട് SFIയിൽ ജോയിൻ ചെയ്യുന്നു. അതൊരു SFIയിലേക്ക് വരാനിടയായ കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ മുമ്പ് പലതിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. SFIയിലേക്ക് വരുന്നു. SFIയിൽ വന്നതിന് ശേഷം അന്ന് വളരെ യാദൃച്ഛികമായി ഞാൻ ആ ഇൻസിഡൻറ്റ് ഓർത്തെടുക്കുകയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടുതൽ സഹായകരമാകുന്നൊരു ആകുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വിവരിക്കാം. അന്ന് ഇലക്ഷൻ നടക്കുന്നു. ഞങ്ങളുടെ ടീമുണ്ട്. അന്ന് KSU സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KSUവിൻ്റെ ഒരു സ്പീക്കറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രസംഗമാണ് സാജനെ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടു. ഇങ്ങനെ പല ഇൻ്റർവ്യൂകളും പറഞ്ഞ ശേഷം സാജനെ പലപ്പോഴും കാണാറുണ്ട്. സാജൻ വളരെ സീനിയറാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, സാജനത് PGക്ക് പഠിക്കുകയാണ്. നല്ല പ്രായമുണ്ടെന്ന് സാജൻ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവാണ് പുറത്ത്. ഇതൊരു പ്രസംഗം എന്നറിയാമോ, അതിഗംഭീരമായ പ്രസംഗമാണ്. പക്ഷേ കോൺഗ്രസിൽ സാജൻ പിന്നീട് എവിടെയും എത്തേണ്ടടുത്തൊന്നും എത്തിയിട്ടില്ല. വളരെ സാജൻ ഗംഭീര പ്രസംഗമായിരുന്നു. മലയാളം ലിറ്ററേച്ചറുമാണ്. അപ്പോൾ സാജൻ്റെ പ്രസംഗം തന്നെ വലിയ അട്രാക്റ്റീവാണ്. നമ്മുടെ കൂട്ടത്തിൽ വലിയ ടീമൊക്കെ ആയെങ്കിലും ഈ പ്രസംഗത്തെ അങ്ങോട്ട് ലീഡ് ചെയ്യാൻ, പ്രസംഗമുണ്ട്, നന്നായി പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ സാജനോട് കോമ്പീറ്റ് ചെയ്യാൻ ആളില്ല. അപ്പോൾ സാജൻ ഒരിടത്ത് താഴെ ഒരു ക്ലാസ് റൂമിൽ പ്രസംഗിക്കുന്നു, ഞങ്ങളുടെ ടീം മുകളിൽ പ്രസംഗിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ അന്നത്തെ ലീഡ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഷിജു ആണ്, ഇപ്പോൾ ദുബായിൽ ജോലിയാണ്. ഷിജു എന്നോട് പറഞ്ഞു, അപ്പോൾ ഷിജുവിൻ്റെ ഡയറക്ഷൻ വന്നു, നിങ്ങളൊരു 3 പേര്, ഞാൻ, ബിജു, ലിജിൻ, ഞങ്ങളൊരു 3 പേര്, നിങ്ങൾ പോയിട്ട് അവിടെ ഈ സാജൻ എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത് നോട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി അതിന് മറുപടി കൊടുക്കാനാണ്. അപ്പം ഞാനവിടെ ചെല്ലുന്നു. ഞങ്ങൾ 3 പേരും ആ ക്ലാസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇദ്ദേഹം പ്രസംഗിക്കുന്നതിന് കത്തിക്കൽ സാജൻ പോവാണ്, നമ്മൾ നോട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാജൻ ഏതാണ്ട് പ്രസംഗം തീരാറായി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു, നമ്മുടെ ക്യാമ്പയിന് മുകളിൽ തീർന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അവിടെ ഇങ്ങനെ സാജൻ തീരാറായി, ലാസ്റ്റ് അവറാണ്, കുട്ടികൾ പോകും, ഇനിയോട് അവറില്ല, അതുകൊണ്ട് കുട്ടികൾ പോകും. പിന്നെ അപ്പോൾ അത് പറ്റില്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളവിടെ വരുന്ന ഒരു 5 മിനിറ്റ് ഞങ്ങൾ വരും, ആ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങളവരെ എൻഗേജ് ചെയ്യണം. നിങ്ങളാരെങ്കിലും കയറി സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ കുട്ടികൾ പോവില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് ഞങ്ങൾ ഈ 3 പേരും അതിനെ പറ്റിയ ആളുകളല്ല, അതൊന്നും പറ്റില്ല, ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഭയങ്കര കമാൻഡിങ് പവറുള്ള ആളായിരുന്നു ഷിജു. ഇപ്പോൾ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, പൊളിറ്റിക്സിലൊന്നുമില്ല. അയാളുടെ കമാൻഡിങ്, ഷിജു എണ്ണം വളരെ അങ്ങനെ അയാൾ കമാൻഡിങ് പവറുള്ള ആളാണ്. അപ്പം പറഞ്ഞു, അല്ല അതിങ്ങനെ അല്ലല്ല അതൊന്നും പറ്റില്ല, അത് ചെയ്തേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനിലായി. അപ്പോൾ ഞങ്ങളുടെ പിന്നെയുള്ള 3 പേരുടെയും പ്രാർത്ഥന സാജൻ നിർത്തരുതേ എന്നുള്ളതാണ്. നിർത്തിയാൽ നമുക്ക് ചെറിയാവുമല്ലോ, ആര് കയറുമ്പോൾ ആർക്ക് കയറാൻ അതിനുള്ള കപ്പാസിറ്റിയുള്ള ആരുമില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാജൻ പൊടുന്നതിനെ നിർത്തുന്നു. മറ്റേയാളുടെ കണ്ണുരുട്ടൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇത് ആര് പറയുമെന്ന് കരുതുന്നതിനിടയിൽ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ലിജിൻ, അവനൊരു സ്മാർട്ടാണ്, അവൻ ചാടിക്കേറി ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ക്യാമ്പയിൻ ഉടനെ വരും, അതുവരെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്നു. കരയിൽ നിൽക്കുന്ന ഒരാളെ നീന്തടാന്ന് പറഞ്ഞ് ഈ കുളത്തിലേക്ക് തള്ളിയിടുന്ന മാതിരി ഒരു അനുഭവമായിരുന്നു. എൻ്റെ മുമ്പിൽ ആ നിമിഷം ഭയങ്കര ബ്ലാങ്കാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പരിചിതമില്ലാത്തൊരു കാര്യം ഞാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സാജൻ സംസാരിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ സാജൻ എന്ത് മറുപടി, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. സാജൻ അങ്ങനെയല്ല, ഇങ്ങനെ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, എനിക്കറിയില്ല ഈ പണി, എനിക്കറിയാമെന്നും അറിയില്ല. ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. പതുക്കെ തുടങ്ങി. സാജൻ പറഞ്ഞതെല്ലാം മനസ്സിൽ കിടക്കണമല്ലോ, സാജൻ്റെ പ്രസംഗം കേട്ടിട്ടില്ലാണല്ലോ, അല്ലെങ്കിൽ സ്ഥിരമായി കേൾക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ മറുപടി ഇങ്ങനെ പറഞ്ഞ്
കുട്ടികളുടെ കയ്യടിയെല്ലാം നേടുന്ന പ്രസംഗമായി അതിങ്ങനെ വളർന്ന് അപ്പോഴേക്കും ഷിജുവിൻ്റെ നേതൃത്വമുള്ള നമ്മുടെ ടീം വന്നിട്ട് എന്നോട് തന്നെ തുടർന്നോളാൻ പറയുന്നു. ഞാൻ തുടരുന്നു. ആദ്യത്തെ എൻ്റെ പ്രസംഗം ജീവിതത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്ന് ഞാനെന്ന മനുഷ്യൻ ആദ്യമായി തിരിച്ചറിയാണ്. 45 മിനിറ്റിലധികം നീണ്ടുന്ന പ്രസംഗം. ആദ്യത്തെ പ്രസംഗമല്ലേ? ഫസ്റ്റ് സ്പീച്ച് ഇൻ മൈ ലൈഫ്. അത് രസകരമായ കാര്യം, ആ മൂമെൻ്റ് വരെ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്. ഞാൻ ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല കേട്ടോ. വളരെ യാദൃച്ഛികമായി എന്നെ തള്ളിയിട്ടോ. ആ 3 പേര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാനിതെല്ലാം പറയും. ഇടയ്ക്കൊരു ഗെറ്റ് ടുഗദറിൽ ബിജുവിനെ ഇപ്പോൾ കാണാറില്ല, ലിജൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ഇവരെല്ലാവരും ആ കാലയളവിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷിജുവിനോട് DYFI SFIയുടെ അന്നത്തെ ലീഡേഴ്സ് എല്ലാം അതിനകത്ത് സാക്ഷിയാണ്. ആ ക്ലാസ് മുറിയിൽ ഇരുന്നവരുൾപ്പെടെ. ഞാൻ ആ ക്ലാസ് മുറിയിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ MBA ആയതിനു ശേഷം നിലവിൽ NSS കോളേജിലെ യൂണിയൻ ഇനാഗുറേഷന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു റീസെൻ്റ്ലി. ഞാൻ പോയപ്പോൾ ഞാൻ സംഘടകരോട് ആദ്യമേ പറഞ്ഞിരുന്നൊരു കാര്യം, എനിക്ക് ആ ക്ലാസ് മുറിയിൽ പോയി എന്നിരിക്കണം. ഇപ്പോഴത് ക്ലാസ് മുറിയല്ല, അവിടെ അല്ലാതൊരു ക്രമീകരണം വരുത്തിയിരിക്കുന്ന ഒരു ഹാളാണ്. കുറേ നേരം ഞാൻ ആ ക്ലാസ് മുറിയിൽ പോയി ഇരിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ ഇതിൽ നിന്ന് എൻ്റെ ഈ അനുഭവം വെറുതെ അങ്ങ് പറയല്ല. ഞാൻ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട്, പ്രേക്ഷകരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അത് ഏതൊരാളായാലും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളെപ്പോഴും ഒന്ന് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കെന്ത് കഴിവുണ്ട്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇതുവരെ നിങ്ങൾക്ക് പരിചിതമില്ലാത്ത നിങ്ങളുടെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു കഴിവ്, ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു നിമിഷം ഉണ്ടാകും. ആ നിമിഷത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പലപ്പോഴും നമ്മൾ കംഫർട്ടബിളാണെന്ന് കരുതി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ലോകം, ഇതൊക്കെയാണ് എൻ്റെ കഴിവുകൾ, ഇതൊക്കെ മാത്രമേ ഉള്ളൂ, അതൊന്നും എനിക്ക് ബെനിഫിറ്റിംഗായ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, അതിനപ്പുറത്തുണ്ട്. ഞാൻ വളരെ ഇതിനോട് ചേർത്ത് വെച്ച് വളരെ കൗതുകരമായൊരു കാര്യം പറയും. സൗദി വെള്ളയ്ക്ക എന്നൊരു സിനിമ വന്നു തരുൺ മൂർത്തിയുടെ. ഞാൻ ആ സിനിമ കണ്ടിട്ട് അതിലെ ഉമ്മയുടെ റോൾ ചെയ്തത് വേറൊരു അമ്മയാണ്. ഞാനവരെ വിളിച്ചു, തൃപ്പൂണിത്തറയാണ്. വളരെ രസകരമായൊരു ടോക്കായിരുന്നു, വളരെ ലേണിംഗ് ആയിരുന്നു എനിക്കത്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സിനിമയിൽ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സിനിമ പോലും അങ്ങനെ സ്ഥിരം കാണാൻ പോകുന്ന ആളായിരുന്നില്ല, സിനിമ കമ്പമായിരുന്ന ആളായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, നല്ല പ്രായമായതിനു ശേഷം ആ അമ്മ തിരിച്ചറിയുകയാണ്. എത്ര മനോഹരമായ അഭിനയമായിരുന്നു. എനിക്കൊന്ന് അവാർഡുകൾ അവരെ തേടി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ദേവിക അന്തർജനമോ മറ്റൊന്നാണ് അവരുടെ പേര് സബ്ജക്റ്റ് ടു കറക്ഷൻ. തൃപ്പൂണിത്തറയാണ് താമസം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, എൻ്റെ ഫോണിൽ നമ്പറുണ്ട്, പിന്നെ വിളിച്ചിട്ടില്ല. അന്ന് വിളിച്ചു, ഞാൻ അഭിനന്ദിച്ചിരുന്നു. എത്ര പെർഫെക്റ്റ് അഭിനയമായിരുന്നു അത്. നോക്കൂ, ഞാനതാ പറഞ്ഞത്, നമ്മളിൽ പലരും ജീവിച്ചു തീരുന്നത് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയാതെയാണ്. ഇത് എനിക്ക് തോന്നിയൊരു ഭാഗ്യം. എൻ്റെ ഒരു ഫുൾ ടൈം പൊളിറ്റിക്കൽ ലീഡറായി, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ SFIയിൽ ഒരു കമ്പവും വിദ്യാർത്ഥി മൂവ്മെൻറ്റിൽ എനിക്ക് സജീവമായി നിൽക്കണം എന്നെല്ലാമുള്ള എൻ്റെ ഒരു ഓയിലായി മാറിയത്. എനിക്ക് തീർച്ചയായിട്ടും അതിനു മുമ്പേ അത്തരം താല്പര്യങ്ങളുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്, അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മേഖലയാണ് എന്നെൻ്റെ ചുറ്റിലും നിൽക്കുന്നവർ എന്നോട് പറഞ്ഞത്. യു ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞത്. എനിക്കതിന്മേൽ കോൺഫിഡൻസ് ഉണ്ടായത് ആ ഒരു നിമിഷത്തിലാണ്. സപ്പോസ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിമിഷവും അങ്ങനെ ഒരു ദിവസവും ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സാജന് കുറേ നേരം കൂടി പ്രസംഗം നീട്ടാൻ തോന്നിയിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ ടീമിന്, SFI ടീമിന് അതിനു മുമ്പ് തന്നെ അവിടേക്ക് എത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആ നിമിഷം അത് റിയലൈസ് ചെയ്യാറില്ല. ചിലപ്പോൾ പിന്നീട് പക്ഷേ ആ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിന് നന്ദി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പിന്നെ നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനും അതിൽ നിന്ന് നമ്മൾ നമുക്കൊരു കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടുതൽ മെച്ചപ്പെടുത്താനും എപ്പോഴും നമുക്ക് പിന്നെ അതിന്മേൽ ശ്രമിക്കുകയുമാകാം. അപ്പോൾ ഒന്നിലധികമോ കഴിവുകളില്ലാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ കഴിവുകൾ എന്താണെന്നോ, നമ്മുടെ ഒരു കംഫർട്ടബിളായ ഏരിയകൾ ഏതാണെന്നോ ഒക്കെ നമ്മൾ പലപ്പോഴും മുൻവിധിയോടെയാണ് സമീപിക്കുക. ഇതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഏരിയ, ഇത് മാത്രമാണ് എൻ്റെ ഏരിയ.
കഴിവുണ്ടാവും, പക്ഷേ റിയലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എക്സ്പ്ലോർ യുവർ സെൽഫ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നിങ്ങളെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. അത് പറഞ്ഞു നിൽക്കുമ്പം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, ഇന്ന് ആക്ച്വലി സാറ് നിൽക്കുന്നത് ഏറ്റവും നല്ല പ്രാസംഗികനാണ് എന്ന വിശേഷണത്തോടെയാണ് ആക്ച്വലി ഇപ്പം നിൽക്കുന്നത്. എന്നെ പിന്നീട് വിദ്യാർത്ഥി മൂവ്മെൻറ്റിലൊക്കെ എന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ എത്തിയതും, അല്ലെങ്കിൽ വിദ്യാർത്ഥി മൂവ്മെൻറ്റിലും യുവജന മൂവ്മെൻറ്റിലും എല്ലാം തന്നെ ഞാൻ അല്ലെങ്കിൽ വന്നതും ഒക്കെ തന്നെ ഞാൻ പ്ലേസ് ചെയ്യപ്പെട്ടതെല്ലാം അതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഈ പ്രസംഗം ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രസംഗം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ പ്രസംഗം ഞാൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ കമ്പോണൻ്റ് ഇല്ലല്ലോ. സാഹചര്യം നല്ല രീതിയിൽ ആൾക്കാരെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിച്ചു, പിന്നെ അത് അത് നമ്മൾ സ്വാഭാവികമായിട്ടും അത്തരം കഴിവുകൾ നമ്മൾ കൂടുതൽ ലേൺ ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും കൂടുതൽ നമ്മളെ തന്നെ നവീകരിക്കാനും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാലം മുന്നോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാകട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാകട്ടെ, വ്യക്തിയാകട്ടെ, നവീകരണത്തിന് സ്വയം വിധേയമാകുന്നില്ല എങ്കിൽ പിന്നെ അയാൾ ഔട്ട്ഡേറ്റഡായി പോകും. അതിപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആ കാലം ഓർത്തെടുത്തലും അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു ആ ക്ലാസ് മുറി. അതെ, സംഗതിയാണത്. അത് ആ ഏജ് ആണല്ലോ, ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ബ്ലാങ്ക് ഔട്ട്. പിന്നെ അതൊരു വലിയ ആവേശമായിരുന്നു, രസമായിരുന്നു. പിന്നെ ഓരോ തവണ പ്രസംഗിക്കുകയും അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പഴയ പേപ്പർ കട്ടിങ്ങുകൾ തിരയുകയും. പണ്ട് ഈ വായിക്കുന്ന പേപ്പർ കട്ടിങ് എല്ലാം ഒരു മാസിക വായിച്ചു. വായനാശീലമൊന്നും അധികം ഉണ്ടായിരുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ലോകകാര്യങ്ങളൊക്കെ അറിയും, അത് ഇന്ന് ലേൺ ചെയ്യും. അപ്പോൾ വായിക്കുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് അന്ന് കൂടുതലും വായിച്ചുകൊണ്ടിരുന്നതൊക്കെ. കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് മാതൃഭൂമി പത്രവുമായിരുന്നു. അപ്പോൾ ഈ പത്രത്തിൻ്റെ വാരാന്ത പതിപ്പ് നന്നായി വായിക്കും. അപ്പോൾ അതെല്ലാം തന്നെ വളരെ കൗതുകം തോന്നുന്നതെല്ലാം കട്ട് ചെയ്ത് ഡയറിയിൽ ഒട്ടിച്ചു വെക്കുന്ന പതിവ് നേരത്തെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫറൻസ് കുറേ കൂടി എളുപ്പമായിരുന്നു. ഈ പ്രസംഗം തുടങ്ങിയപ്പോഴേക്കും പിന്നെയുള്ള ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുപ്പാണല്ലോ. അപ്പം രസകരമായ കാര്യം, അന്ന് വൈകുന്നേരം നമ്മുടെ യോഗം ചേർന്നു. ഇലക്ഷൻ കമ്മിറ്റി എല്ലാ ദിവസവും റിവ്യൂ ചെയ്യും. അപ്പോൾ ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഒരു പ്രോമിനൻ്റായ പ്ലാറ്റ്ഫോമിലൊന്നും ഞാനില്ല. ഞാനൊരു ജനറൽ ബോഡിയുടെ ഭാഗമായി അതൊരു അങ്ങനെ ഒരു ലീഡറല്ല, ഞാൻ ആൾക്കൂട്ടത്തിലൊരാൾ മാത്രമാണ്. പക്ഷേ അന്നത്തെ യോഗം തീരുമാനിച്ചു, നാളെ മുതൽ ക്യാമ്പയിൻ ലീഡ് ചെയ്യേണ്ടത് ഇയാളാണ് എന്ന് തീരുമാനിക്കുന്നു. ക്യാമ്പയിൻ ലീഡ് ചെയ്യേണ്ടത് റഹീമാണെന്ന് തീരുമാനിക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ പിറ്റേന്ന് മുതൽ ക്യാമ്പയിൻ ഞാൻ ലീഡ് ചെയ്യാൻ തുടങ്ങുന്നു. വെരി നെക്സ്റ്റ് ഡേ അപ്പോൾ ആ ക്യാമ്പസ് സെലക്ഷൻ നമ്മൾ ജയിക്കുകയും ചെയ്തു. വലിയ വിക്ടറി ആയിരുന്നു, വലിയ വിജയം നമ്മൾ ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേടുകയും ചെയ്തു. മുന്നേ എഴുതി വെച്ച അല്ലെങ്കിൽ മുന്നേ ആ ഒട്ടിച്ചു വെച്ച കാര്യങ്ങൾ ആ സമയത്ത് സഹായമായി നമ്മൾ പല, അതായത് ഈ ഒരു പൊളിറ്റിക്കൽ സ്പാർക്കുണ്ട്. അത് എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോഴും ഒരു നിലപാടുണ്ടാകണം. നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സന്തോഷിപ്പിക്കേണ്ടത് സന്തോഷിപ്പിക്കുക വേണം. ഞാനെന്നതിൽ നിന്ന് നമ്മളിലേക്കും ചുറ്റിലും നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, എക്സ്പ്ലോർ യുവർ സെൽഫ് എന്ന് പറയുന്നതുപോലെ തന്നെ എക്സ്പ്ലോർ ദ സറൗണ്ടിങ്സുമുണ്ട്. നമ്മൾ ചുറ്റുപാടുമുള്ളതിനെ നിരീക്ഷിക്കുകയും ചുറ്റുപാടുള്ളതിനെ നമ്മൾ കാണുകയും ഒബ്സർവ് ചെയ്യുകയും അതിനെ കാണുകയും എന്താണ് എന്ന് നമ്മൾ നോക്കുകയും ചെയ്യും. അങ്ങനെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വായിക്കുകയും, പ്രസംഗത്തിന് വേണ്ടിയല്ല, അല്ലാതെ തന്നെ വായിക്കുകയും തന്നെ അല്ലാട്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം നന്നായിട്ട് നാടകം എഴുതാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ എഴുതാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കൗതുകരമായൊരു കാര്യം ഞാൻ പറയാം. അതും എനിക്ക് നിങ്ങളുടെ പ്രേക്ഷകരോട് പറയേണ്ട, പാരൻറ്റിങ്ങിൻ്റെ ഒരു ഏരിയയിൽ വരുന്നൊരു കാര്യമാണ്. അത് വളരെ രസകരമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പലപ്പോഴും നമ്മുടെ ഈ രക്ഷകർത്താക്കളെല്ലാം, ഇപ്പോൾ എൻ്റെ അനുഭവം പറയാം. എൻ്റെ ഉമ്മ ഞാൻ നല്ല നിലയിലെത്തി കാണണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏതൊരു അമ്മയും പോലെ എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇതൊക്കെ നാടകമൊക്കെ എഴുതുന്നത് ഒളിച്ചിരുന്നാണ്. കാരണം ഉമ്മ കണ്ട പഠിച്ചിട്ട് കളയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നാടകത്തോടുള്ള പ്രശ്നമൊന്നുമില്ല, നീ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഉമ്മയുടെ ടേക്കതാണ്. അപ്പോൾ അങ്ങനെ ദുരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് താല്പര്യമുള്ള ഈ മേഖല, പക്ഷേ അപ്പോഴും വായിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. ഇതൊക്കെ വെട്ടിയൊട്ടിക്കുന്നു, അതൊക്കെ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവൻ പഠനത്തിൽ നിന്ന് വഴി തെറ്റിപ്പോകുമോ എന്നൊരു പേടി എല്ലാ മാതാപിതാക്കൾക്കും ഉള്ള ഒരു ആശങ്ക. അത് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നതാണ്. പഠിക്കൂ. എല്ലാവരും പഠിക്കുക മാത്രമായിരിക്കില്ലല്ലോ അവരുടെ താല്പര്യം. ഞാനത് പഠനത്തിൽ ക്ലാസ്സിൽ മോശപ്പെട്ട ഒരാളൊന്നും ആയിരുന്നില്ല. എൻ്റെ സ്റ്റുഡൻറ്റ് കരിയറിൽ
സ്കൂൾ ലൈഫിൽ ക്യാമ്പസിലേക്കെല്ലാം വരുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡിയസ് ആയ ആളായിരുന്നില്ല. പക്ഷേ പരീക്ഷകളെല്ലാം നന്നായി, അത്യാവശ്യം മോശമില്ലാത്ത വിധം, നന്നായെന്ന് പറയാൻ പറ്റില്ല, മോശമില്ലാത്ത വിധം സ്കോർ ചെയ്യുന്ന, എൻ്റെ PG വരെയുള്ള എൻ്റെ സ്റ്റഡി, LLB വരെയുള്ള ഒരിടത്തും, LLB വരെയാണ് ഞാൻ അക്കാഡമിക്കലി പഠിച്ചത്. എഴുതിയ ഒരു പരീക്ഷകളിലും പരാജയപ്പെട്ടു പോയ ആളല്ല. എഴുതിയ ഒരു പരീക്ഷ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടിയും വന്നിട്ടില്ല. അത് 1 മുതൽ എൻ്റെ LLB വരെയുള്ള ഒരു ക്ലാസ്സിൽ. ഞാൻ PG വരുമ്പോഴേക്കും ഞാൻ പിന്നീടാണ് പഠിച്ചത്, പിന്നീടാണ് എഴുതിയത്. അപ്പിയർ ചെയ്തിരുന്നില്ല. അപ്പിയർ ചെയ്ത എക്സാം ഏത് എക്സാമാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മോശമല്ല. പക്ഷേ പഠനേതരമായ, എന്നിട്ടും വീട്ടിൻ്റെ പ്രശ്നം, പഠനേതരമായ പ്രശ്ന വഴികളിലേക്ക് പോകുമ്പോൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലേക്ക് നമ്മൾ പോകുമ്പോൾ രക്ഷകർത്താക്കളെ അലോസരപ്പെടുത്തുന്നുണ്ട്. എനിക്കൊന്നും ഇപ്പോഴും അതുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, എനിക്ക് അന്ന് സംസാരിക്കാൻ, എങ്ങനെയാണ് ഒരാൾ അയാളുടെ കഴിവുകൾ തിരിച്ചറിയുന്നത്, എക്സ്പ്ലോർ യുവർ സെൽഫ് എന്ന് പറയാലോ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മികച്ച പാരൻറ്റിങ് എന്ന് പറയുന്നത്, മികച്ച ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? അക്കാഡമിക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കുട്ടിയുടെയും കഴിവുകളെ പരമാവധി എക്സ്പ്ലോർ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, ലോകത്തെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക. ഇത് രണ്ടും പരമാവധി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം. ഓക്കെ, സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ കലാലയം, രാഷ്ട്രീയം എല്ലാം പറഞ്ഞു. ഇതിനിടയ്ക്ക് സാറിന് ഏറ്റവും കൂടുതൽ ഇതിനിടയ്ക്ക് ഒരുപാട് ചലഞ്ചസ് സാറിന് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ചലഞ്ച് അല്ലെങ്കിൽ 1-2 ചലഞ്ച് അതെങ്ങനെ സാറ് ഓവർകം ചെയ്തു? ചിലപ്പോൾ അത് ഒറ്റയ്ക്കാവാം, ചിലത് ഭാര്യയുടെ പങ്കുണ്ടാവാം, ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായതിന് ഫാമിലി ഉണ്ടാവും. അതും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ പാർട്ടിയുടെ ഒരു പിന്തുണയും കൂടി ഉണ്ടായി എന്നുള്ള ഇത്രയും കോമ്പണന്റ് സപ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിൽ. അത് അപ്പോൾ ഏതൊക്കെ അതിനെപ്പറ്റി ഒന്ന് വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളാണ് എൻ്റെ ഈ പറയുന്ന SFIയിലേക്കെല്ലാം വരുന്ന സമയത്ത് എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് വാപ്പായുടെ മരണമായിരുന്നു. വാപ്പ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അതൊരു എന്നെ സംബന്ധിച്ച് വലിയ ചലഞ്ചായിരുന്നു, ചെറുതല്ല വലിയ ചലഞ്ചായിരുന്നു. നമ്മൾ ഫിനാൻഷ്യലി ഒന്നും അങ്ങനെ ഒരു അത്ര സ്റ്റേബിളായ കുടുംബമൊന്നും ആയിരുന്നില്ല. വാപ്പ പട്ടാളത്തിൽ ആയിരുന്നു യഥാർത്ഥത്തിൽ ജോലി ചെയ്തിരുന്നത്. പട്ടാളത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിരുന്നു. പട്ടാളം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് വന്നതിന് ശേഷം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 2 ജോലികൾ അദ്ദേഹം ഒരേ സമയം ചെയ്തിരുന്നു. ഒന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ആയിരുന്നു, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയും SATയിലെയും ഈ വിമുക്ത ഭടന്മാർക്ക് ലഭിക്കുന്നൊരു സ്ലോട്ടാണത്. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ്. അപ്പോൾ ആ അവസരം കിട്ടിയതിന് പോയി. ഇതേ സമയം തന്നെ അദ്ദേഹം LICയുടെ ഏജൻ്റായിരുന്നു. അപ്പോൾ LIC ഏജൻറ്റ് പ്ലസ് ഈ പറയുന്നതായിരുന്നു ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. അങ്ങനെ അത് മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പിന്നീട് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വരുന്നത്. പിന്നീട് അതിനോട് വല്ലാത്ത സഫർ ചെയ്തു. എൻ്റെ പ്രീഡിഗ്രിയുടെ പരീക്ഷാ സമയത്തെല്ലാം തന്നെ ഞാൻ ഒരേ സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം വഷളാകുന്നതും എൻ്റെ പരീക്ഷയും എല്ലാം ഒരേ പീരീഡായിരുന്നു. അതായിരുന്നു എൻ്റെ ലൈഫിൽ വന്ന. പിന്നീട് ഒരു ശൂന്യത വരുമല്ലോ. ആ ശൂന്യത ഒരു കൗമാരക്കാരനാണല്ലോ. ഇന്നത്തേതല്ല ശൂന്യത. ഇപ്പോൾ ഉമ്മ മരിച്ചത് റീസെൻ്റ്ലി ആയിട്ടാണ്. കുറേ കൂടി അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ചേർത്ത് നിർത്താൻ ഭാര്യയുണ്ട്, എൻഗേജ് ചെയ്യുന്ന മക്കളുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് പെട്ടെന്ന്, പിന്നെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളുമുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ലല്ലോ. പിന്നെ ഇനിയും സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്. വീട്ടിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അതൊരു ബ്ലാങ്കായിരുന്നു, അതൊരു വലിയ ക്രൈസിസ് ആയിരുന്നു എൻ്റെ ലൈഫിലെന്ന് പറയാം. അത് പരിഹരിക്കാൻ വേണ്ടി തുഴ എറിഞ്ഞത് ഉമ്മ തന്നെയാണ് എൻ്റെ വിട്ടുപോയത്. പിന്നെ എൻ്റെ 2 സഹോദരിമാരുടെ ഭർത്താക്കന്മാരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ. ആ നമ്മളെ കുടുംബമാകെ വളരെ പോസിറ്റീവായിട്ട് അതിനൊന്നും ആ സാഹചര്യങ്ങളെല്ലാം നേരിട്ടു. പിന്നീടാണ് വരുന്നത്. അതൊരു വലിയ എൻ്റെ ഈ ഒരു കാലയളവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. 2 പിന്നീട് വന്ന നിരവധി അല്ലാതെയുള്ള പ്രതിസന്ധികളുണ്ട്. വ്യക്തി ജീവിതത്തിൽ വരുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ വരാറുണ്ട്. ഒരുപാടുണ്ട്. അത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരുന്നത് പോലെ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. അതെനിക്ക് മാത്രമേ എന്തെങ്കിലും പ്രത്യേകിച്ചെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ കരുതുന്നൊരു കാര്യം, അതും നിങ്ങളുടെ പ്രേക്ഷകർക്ക് സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ തോന്നുന്നൊരു കാര്യം, ഇത്തരമൊരു പ്രതിസന്ധി ഈ ഭൂമിയിൽ ഞാനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നയാളെന്ന് തോന്നും. അതെ, ഇതെനിക്ക് മാത്രമുള്ള പ്രതിസന്ധിയാണ് എന്ന് തോന്നും. അവിടെയാണ് നമ്മൾ ബ്ലാങ്ക് ആവുന്നത്. ശരിയാണ്.
നമ്മളെക്കാൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ചുറ്റിലും എക്സ്പ്ലോർ ചെയ്താൽ തരുന്ന പ്രശ്നമാണ്. അതെ, ചില ആൾക്കാർ പറയും ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ അറിയാം എത്രത്തോളം ആൾക്കാർ ബുദ്ധിമുട്ട്. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. അപ്പം നമ്മൾ ചുറ്റിലും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും എൻ്റെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണ്, ഞാനെത്ര ഭാഗ്യവാനാണ്. അപ്പോൾ പ്രശ്നങ്ങളുടെ കുഴിയിൽ അപ്പോൾ ഓരോ പ്രശ്നവും അങ്ങനെയാണ്. ഞാൻ കടന്നു വന്ന വഴികളിലെ പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു. തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ്. കൂട്ടായും നിങ്ങൾ ഈ പറഞ്ഞ കമ്പോണൻറ്റുകളെല്ലാം അതിന് എന്നെ മറികടക്കാൻ എന്നെ പ്രാപ്തമാക്കിയിട്ടുണ്ട്, ലേണിംഗ് പ്രാപ്തമാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ചുറ്റിലും നോക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതെൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ, എനിക്ക് ഏറ്റവും എൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ ഭാര്യയോട് തന്നെയാണ്. അയാൾക്ക് വളരെ നല്ല നിലയിൽ എന്നെ ആ നിലയിൽ ശക്തി വരാൻ കഴിയുന്ന ഒരാളാണ്. ബെറ്റർ ഹാഫ് തന്നെയാണ്. പ്ലസ് വളരെ ഇൻറ്റിമേറ്റായിട്ട് ഞാൻ വളരെ സ്വകാര്യമായി മാത്രം സംസാരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവരോട് മനസ്സ് തുറക്കാറുണ്ട്, അവരെനിക്ക് കരുത്ത് പകരാറുണ്ട്. രാഷ്ട്രീയത്തിൽ തന്നെയുള്ള സുഹൃത്തുക്കൾ? രാഷ്ട്രീയത്തിലില്ലാത്തവരാണ് കൂടുതലും. രാഷ്ട്രീയത്തിലുള്ളവരുമുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരാണ്. രാഷ്ട്രീയത്തിലുള്ളവരാകുമ്പോൾ കുറച്ച് പ്രെജുഡൈസ്ഡ് ആവും നമ്മളൊന്ന് ലീഡ് ചെയ്യാൻ. രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരാകുമ്പോഴാണ് നമ്മൾ നിൽക്കുന്ന മേഖലയ്ക്ക് പുറത്തുള്ള ഒരാളാകത്തായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ടേക്ക് അതാണ്. കാര്യം ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാളാകുമ്പോൾ അയാൾക്ക് ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളെ മുൻവിധികളോടെയല്ല, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടടാ എന്ന് പറഞ്ഞിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെ വന്നിരുന്ന് നമ്മളൊരു വർത്തമാനം പറഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു സ്പിരിറ്റ് വേറെയാണ്. അപ്പോൾ നമ്മളെ നന്നായിട്ട് അയാൾ മറ്റൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ നമ്മളെ ലീഡ് ചെയ്യും. രണ്ടാമത് അയാൾ മുൻവിധികളില്ലാതെ അതിനെ സമീപിക്കും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതെനിക്ക് എപ്പോഴും കരുത്ത് പകർത്തും. ഇവർ കോളേജ് കാലഘട്ടത്തിന് കൂടെ ഉണ്ടായതാണോ? പിന്നെ പലപ്പോഴും അത് വലിയ രസകരമായ കാര്യമാണ്. സ്കൂൾ മുതലുള്ള ഒരു സുഹൃത്തുണ്ട് എനിക്ക്. പലപ്പോഴും സുഹൃത്തുക്കൾ ഇങ്ങനെ പുതിയ സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മളെപ്പോഴും അത് പോസിറ്റീവായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പഴയ സൗഹൃദങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ ഇതാണ് ഒരാൾ ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റാണ് എപ്പോഴും. വേറൊരാളുണ്ടാകാം. അപ്പോൾ നമ്മൾ ലൈഫിൽ പലപ്പോഴും നമുക്ക് കംഫർട്ടബിളാണെന്ന് നമുക്ക് തോന്നിയാൽ, ഈ പറഞ്ഞതുപോലെ നമുക്ക് അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ, ഹാങ് ഔട്ട് പോയിന്റുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതെ, എന്ത് പ്രശ്നം വരുമ്പോഴും ഒന്ന് ഷെയർ ചെയ്യാൻ അത് ഒരാളുണ്ട്, അയാൾ തന്നെയാണ് എന്ന് കരുതണ്ട. നാളെ വേറൊരാൾ നമുക്കിതുപോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് നമ്മൾ തീരുമാനത്തിലേക്ക് എത്താൻ ഒരുപാട് ധർമ്മസങ്കടം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഭയങ്കര രസകരമായൊരു കാര്യമാണ് ധർമ്മസങ്കടം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ധർമ്മസങ്കടത്തെ അതിജീവിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ഞാനെങ്ങനെ നേരിടണം എന്ന് നമ്മൾ ചോദിക്കുകയും നമ്മൾ ബ്ലാങ്കിലാവുകയും ചെയ്യുന്നൊരു നിമിഷം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് കൈതരാൻ, വാക്കുകൾ കൊണ്ട് ശക്തി പകരാൻ, ഒന്ന് ഗൈഡ് ചെയ്യാൻ ഒക്കെ പറ്റുന്ന കോമ്പിറ്റൻ്റ് ആയ ആൾ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പറയുമല്ലോ, നമ്മുടെ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിലോ നമ്മുടെ ഏരിയ തിരഞ്ഞെടുക്കുന്നതിലോ ഒക്കെ നമുക്കുണ്ടാകേണ്ട ഒരു ശ്രദ്ധ പോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിലും നമുക്ക് നല്ല ജാഗ്രതയും ശ്രദ്ധ ഉണ്ടാവണം. നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി തല വെച്ചെടുക്കരുത്, അല്ലെങ്കിൽ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുന്നതിനൊന്നും കേൾപ്പില്ല. എന്നെ ഗൈഡ് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നണം. പല വിഷയങ്ങളിലും പല എക്സ്പേർട്ടായിട്ടുള്ള പല ആൾക്കാരായിരിക്കുമല്ലോ, അപ്പോൾ അവരോട് അതെ അതിൽ വലിയ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അയാൾ അതിന് ഇൻ്റലക്ച്വലി കപ്പാസിറ്റിയുള്ള ആളാണെന്ന ഫീൽ എനിക്ക് വേണം. അല്ലാതെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്തുക്കളോട് എനിക്ക് ഒരവമതിപ്പില്ല. അവരോട് നമ്മളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ വളരെ കൃത്യമായി നമ്മളൊരു ധർമ്മസംഘത്തിൽ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് ഒരു വലിയ പവർഫുള്ളായ അഭിപ്രായമായിരിക്കണം പറയേണ്ടത്. ഞാനിപ്പോൾ വളരെ രസകരവും കൗതുകരമായൊരു കാര്യം ഓർമ്മിക്കുകയാണ്. ഞാൻ കൈരളി ടി വിയിലേക്ക് ഞാൻ ജേർണലിസ്റ്റായി ഇടയ്ക്ക് പോയി. ജേർണലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വന്ന് വീട്ടിലെ സാഹചര്യങ്ങളാണ്. അപ്പോൾ കൈരളി ടി വി, പീപ്പിൾ ടി വി തുടങ്ങുന്ന സമയം, കൈരളിയുടെ വാർത്താ വിഭാഗം പൂർണ്ണ സമയം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്നു. ഞാനിതിൽ പോകുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ സിന്ധിക്ക് മെമ്പറായിരിക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പോഴും സിന്ധിക്ക് മെമ്പർ തന്നെയാണ്. ദെൻ പ്ലസ് അന്ന് SFIയുടെ ലീഡറാണ്, സ്റ്റേറ്റ് ലീഡർ. അപ്പോൾ അന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ സംസ്ഥാന സമ്മേളനത്തിന് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വന്നേനെ. അപ്പോൾ അങ്ങനെ ഞാൻ മെച്യൂറായി നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം വിട്ടെറിഞ്ഞ് പൂർണ്ണസമയമായി പോകുന്നത്. പോയതിന് ശേഷം
പോകുമ്പോൾ തന്നെ ധർമ്മസങ്കടം ഉണ്ടായിരുന്നു, ഇനി പോകണമോ. പക്ഷേ അവിടെ ഈ മീഡിയ പ്രവർത്തനം ഞാൻ വളരെ മുമ്പ് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനത്തോടൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജേർണലിസം പഠിച്ചത്. അപ്പോൾ അതൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് അതിലേക്ക് പോയത്. അതും ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്, സമൂഹത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളൊരു തോന്നലൊക്കെയാണ്. ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല, മനസ്സിലായി, അത് വേറെ കാര്യം. പക്ഷേ അവിടെ നിന്ന് ഞാൻ എനിക്ക് ഭയങ്കര സംഘർഷമായിരുന്നു അവിടെ ചിലവഴിച്ച സമയം. ഒന്ന്, ഞാൻ ഉദ്ദേശിച്ചൊരു ലോകമല്ലാതെ, എൻ്റെ ഇമാജിനേഷനിലുള്ള ഒരു ലോകമല്ല ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എന്ന് എനിക്കവിടെ ചെന്നപ്പോൾ മനസ്സിലായി. പിന്നെ എങ്ങനെ അത് തിരിച്ചു വരും? അത് തിരിച്ചു വന്നാലാ എടുക്കുന്ന തീരുമാനം ശരിയാണോ? അവിടെ ഒരു മനുഷ്യൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഭയങ്കര ഒരു ക്രൈസിസാണ്. ഞാൻ കൗതുകമായൊരു സംഭവം പറയുകയാണ്. എങ്ങനെയാണ് ഈ അപ്പുറത്ത് ഞാൻ പോയി സമീപിക്കുന്ന കോമ്പിറ്റൻസിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അന്ന് ഡോക്ടറുണ്ട്, ഡോക്ടർ അജിത്ത്. അപ്പോൾ അദ്ദേഹം എൻ്റെ നാട്ടിൽ നിന്ന് അവിടുത്തെ ഡിസ്പെൻസറിയിലെ നൈറ്റ് ഷിഫ്റ്റ് നോക്കുന്ന ആളാണ്. അദ്ദേഹം ചിത്രകാരനൊക്കെയാണ്, വളരെ പ്രസിദ്ധനായ ചിത്രകാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് രാത്രി പോകും. ഇപ്പോൾ രാത്രി ബൈക്ക് എടുത്തിട്ട് രാത്രി, ഇപ്പോൾ പുള്ളി നൈറ്റാണല്ലോ, എപ്പോഴും ഇങ്ങനെ പേഷ്യൻസ് ഒന്നും വരില്ലല്ലോ നൈറ്റ് ആകുമ്പോൾ. അപ്പോൾ ഞാൻ വർത്തമാനം പറയാം, സ്ഥിരം നമ്മുടെ ഒരു രീതിയാണ്. വെറുതെ ഇരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി നന്നായി വായിക്കും. അപ്പോൾ ആ വർത്തമാനത്തിനിടയിലും കുറേ ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പറ്റും. ഇങ്ങനെ പോയിക്കൊണ്ട് വർത്തമാനം പറയാവുന്നൊരു സമയമാണ്. അങ്ങനെ നമ്മൾ സംസാരിക്കാത്ത മേഖലകളില്ല. അപ്പോൾ ഞാൻ ഈ പ്രശ്നം പറയുകയാണ്. അപ്പോൾ എനിക്കറിയാം ഹീ ഈസ് എ കോമ്പിറ്റൻറ്റ് പേഴ്സൺ എന്നെനിക്കറിയാം. വളരെ രസകരമായ സംഗതി ഞാൻ പറയാം. പുള്ളി എൻ്റെ ഈ പ്രശ്നം കേട്ടതിന് ശേഷം ഡോക്ടറാണല്ലോ, അപ്പുറത്തിരിക്കാണല്ലോ, ഡോക്ടറുടെ മുറിയിൽ തന്നെ കേട്ടതിന് ശേഷം ഒരു മരുന്ന് കഴിച്ചാൽ ഒരു മരുന്ന് കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സിമ്പിൾ. പേപ്പർ എടുത്തു, എന്നിട്ട് അല്ല പേപ്പർ ഇങ്ങോട്ട് എടുത്തിട്ട്, പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പേപ്പർ തന്നെ എടുക്കുകയാണ്. ആ പേപ്പർ അതിനു മുമ്പ് വന്ന പേഷ്യൻറ്റിന് കൊടുത്ത, ഞാൻ പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ പോകുന്ന കേസുകളാണ്. ഞാൻ പുറത്തിറങ്ങിയിരിക്കേണ്ട കേസാണ്, പുറത്തിറങ്ങി ഇതെടുത്തു. അത് RX എന്ന് മറ്റും എഴുതുമല്ലോ മുകളിൽ, അതൊക്കെ എഴുതിയിട്ട് താഴോട്ട് ഇത് കൊണ്ട് പരിഹരിക്കാം, ഇതാണ് മരുന്ന്. അപ്പോൾ ഞാനത് വാങ്ങി. ഇത് DC ബുക്സിൽ കിട്ടുമെന്ന് പറഞ്ഞത്. DC ബുക്സിൽ കിട്ടുമെന്ന് ഒരു പുസ്തകത്തിൻ്റെ പേരാണത്. അപ്പോൾ ഞാൻ ആ പുസ്തകം എടുത്തു, നാളെ തന്നെ വാങ്ങി വായിക്കണം. അവസാനത്തെ പേജ് മുതൽ നോക്കിക്കളയരുത്, ആദ്യം മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങണം. പ്രശ്നമൊക്കെ പരിഹരിക്കും. വായിച്ചിട്ട് വരും. ആൽക്കമിസ്റ്റാണ്, ലോകപ്രസിദ്ധമായ പുസ്തകം, അത് ബെസ്റ്റ് സെല്ലറുകളാണ്. അപ്പോൾ ഞാൻ പോയി വാങ്ങുന്നു. അപ്പോൾ എനിക്ക് പുസ്തകത്തെക്കുറിച്ച് ധാരണയില്ല കേട്ടോ. ആ പുസ്തകം ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. ഞാൻ പോകുന്നു, വാങ്ങുന്നു. പൗലോ കൊയ്ലോയുടെ അതുമായിട്ട് തിരിച്ച് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ചെന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നാന്ന് ചോദിച്ചു. ഞാൻ പ്രശ്നങ്ങളൊക്കെ തീരും. എന്താ തീരുമാനം? എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ മാധ്യമപ്രവർത്തനം വിടാണ്. തീരുമാനം എടുത്തു. യെസ്, ഓക്കെ, തീർന്നു, ഇനി മുമ്പോട്ട് പോകാം. അത് ശരി. ഞാൻ പറഞ്ഞത് ഈ കപ്പാസിറ്റി അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരാളെ ഇപ്പം ഇതേ സമയത്ത് തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തനം ഉപേക്ഷിക്കണമെന്ന് തന്നെ പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എന്നിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വളരെ ശാസ്ത്രീയമായും വളരെ പ്രാക്ടിക്കലായും വളരെ മുൻവിധികളില്ലാതെയും വളരെ കോമ്പിറ്റൻ്റായ ഒരാൾക്ക് എന്നോട് പറയാൻ കഴിയുമ്പോഴാണ് എൻ്റെ ആത്മവിശ്വാസം കൂടുക. പിന്നെ മുന്നിൽ വേറെ ഒന്നും നോക്കണ്ടല്ലോ എനിക്ക്, ഇല്ലേ? പിന്നെ പല അഭിപ്രായം പറയാമല്ലോ വേണമെങ്കിൽ. അതായത് കറക്റ്റ് അല്ലാത്തൊരു അഡ്വൈസ് സീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലൈഫ് മാറാൻ സാധ്യതയില്ലേ? ശരി, അതെ. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത്ര കോൺഫിഡൻ്റ് അല്ലാതെ ഞാൻ ആ തീരുമാനം എടുത്താൽ എപ്പോഴും എന്നെ ഇങ്ങനെ പുറകിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കും. ഇത് ഇറങ്ങിയത് ശരിയായോ എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇതല്ല, എനിക്കില്ല, ഞാൻ തീരുമാനം എടുക്കാം. പിന്നെ അതിനകത്ത് വേറൊരു ഘടകം കൂടിയുണ്ട്. ഞാൻ അതിൽ ഇറങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നു. ഇതേ കാലയളവിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അത് SFIയുടെ സ്റ്റേറ്റ് സമ്മേളനം ഈ കാലയളവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമ്മേളനത്തിലെ വൈകാരികമായ നിമിഷങ്ങൾക്കിടയിൽ ഞാൻ സംഘടനയിലേക്ക് തിരിച്ചു വരും എന്നും തീരുമാനിക്കും. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്നുണ്ട്. അവിടെ ഒരു കണ്ണൂർ സമ്മേളനത്തിൽ വെച്ചാണ്. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടാണ് ഞാൻ ഈ പറയുന്ന
രാജിക്കത്ത് കൊടുക്കുന്നത്, കയ്യിൽ വിട്ടിറങ്ങുന്നത്. SFIയുടെ കണ്ണൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടാണ് പിന്നെ ഞാൻ അവിടെ വരാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ കാലയളവിലാണ്, ഒരേ ദിവസങ്ങളിൽ, ഒരേ സമയങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഈ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ എന്നെ തിരിച്ച് SFIയിലേക്ക് പോകാൻ എൻ്റെ മനസ്സെന്നെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനസ്സ് അവിടെയാണ്. ആ പുസ്തകത്തിലും അല്ല, ഇതെല്ലാം ആ സമയത്താണ്. അപ്പോൾ എന്നോട് ഇപ്പം ഞാൻ SFI സമ്മേളനത്തിലെല്ലാം പോകുന്നതിന് മുമ്പ് എന്നോടുള്ള ഞാൻ പറയുന്നൊരു കാര്യം എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇത് ഞാനിവിടെ പ്രവർത്തിക്കുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു എന്താ പറയുക, ജോബ് അറ്റ്മോസ്ഫിയർ അല്ല, എക്കോസിസ്റ്റം അല്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചൊരു ലോകമല്ല, ഇതെൻ്റെതല്ല. ദിസ് ഈസ് നോട്ട് എ കപ്പ് ഓഫ് മൈ ടീ എന്ന് പറയുമല്ലോ, ഇതെൻ്റെതല്ല എന്നെനിക്ക് തോന്നുന്നു. മാധ്യമപ്രവർത്തനം, ആ ക്യൂരിയോസിറ്റി ചോദിക്കുക, ആ മാധ്യമപ്രവർത്തനം എന്തുകൊണ്ടാണ്, അതായത് അതിന് മുന്നേ മാധ്യമപ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജേർണലിസം എടുത്ത് വന്ന ആളാണ്, എന്നിട്ട് കൈരളി ജോയിൻ ചെയ്യുന്ന ആളാണ്. സാമൂഹ്യമായിട്ട് വളരെ രസകരമായ കാര്യമാണ് അത്. ഞാനെന്ത് ചെയ്ത കുറേ സ്റ്റോറികളുണ്ട്, മനസ്സറിഞ്ഞ് ചെയ്ത സ്റ്റോറികൾ, ഇപ്പോഴും മനസ്സിൽ അഭിമാനത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന കുറേ സ്ക്രിപ്റ്റുകളും സ്റ്റോറികളുമുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇന്ന് അപ്പോഴും ഇപ്പോഴും, അന്ന് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെയില്ല, കേരളത്തിലെ മാധ്യമ ലോകത്ത് അതെല്ലാം രണ്ടാം കിട വാർത്തകളാണ്. അതിനെ സോക്കോൾഡ് സോഫ്റ്റ് സ്റ്റോറികൾ എന്നാണ് വിളിക്കുക, സോഫ്റ്റ് സ്റ്റോറി എന്നാണ് പറയുക. ആർക്കും സോഫ്റ്റ് സ്റ്റോറി വേണ്ട. എന്താ സോഫ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന നിർണായക പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാനന്ന് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലുള്ള പോട്ടോമാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആദിവാസി സെറ്റിൽമെൻറ്റിലെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ കുഷ്ഠരോഗം പടരുന്നു എന്ന് അന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത കണ്ടിട്ടാണ് ഞാൻ ആ സ്റ്റോറി കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ ആ സ്റ്റോറി കവർ ചെയ്യാനൊന്നും ഒരു ദിവസം ക്യാമറ യൂണിറ്റ് പോകണം, വാഹനം പോകണം, വളരെ ദൂരെ യാത്ര ചെയ്യണം. അതിനൊന്നും ഒരു ചാനലും മെനക്കെട്ടില്ല. അന്നെൻ്റെ ബ്യൂറോ ചീഫ് ശ്രീ എബ്രഹാം മാത്യു ആയിരുന്നു കഥാകൃത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളെന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ ഹാർഡ് സ്റ്റോറി. സോഫ്റ്റ് സ്റ്റോറി, സോക്കോൾഡ് സോഫ്റ്റ് സ്റ്റോറികളാണ് യഥാർത്ഥ ഹാർഡ് സ്റ്റോറികൾ. സാധാരണഗതിയിൽ രാവിലത്തെ ഷെഡ്യൂൾ വരുന്നത് എന്താ? രാവിലെ ഇന്നടത്തെ പൊതുയോഗം, അല്ലെങ്കിൽ ഇന്നടത്തെ ഉദ്ഘാടനം, ഇന്നടത്തെ പ്രസംഗം, അല്ലെങ്കിൽ ഇന്നടത്തെ പരിപാടി. അപ്പോഴേക്കും ഷിഫ്റ്റ് കഴിഞ്ഞല്ലോ. ഇതിനിടയിൽ എപ്പോഴാണ് ഇവിടെയും ക്യാമറ വേണം, അവിടെയും ക്യാമറ വേണം. അപ്പോൾ പിന്നെ അന്ന് ഈ മോജോ ജേർണലിസം ഒന്നും ഇല്ലല്ലോ, മോജോ ഒന്നുമില്ല, മൊബൈൽ ഫോൺ ജേർണലിസം ഒന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇതൊക്കെയാണ് സ്കെഡ്യൂൾ, ഇതൊക്കെയാണ് ഹാർഡ് സ്റ്റോറികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, സെൻസിറ്റീവായ വാർത്തകൾ. ആ സെൻസിറ്റീവായ വാർത്തകൾക്കപ്പുറത്ത് യഥാർത്ഥ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തേടി പോകുന്നതിനെ സോഫ്റ്റ് സ്റ്റോറീസ് എന്നാണ് മീഡിയ ഇൻഡസ്ട്രി വിളിക്കുന്നത്. മീഡിയ അല്ല, മീഡിയ ഇൻഡസ്ട്രി. സോഫ്റ്റ് സ്റ്റോറി എന്നാണ് വിളിക്കുന്നത്. ആ കാറ്റഗറിയാണ്. അപ്പോൾ പറയാറുണ്ട്, ഇടയ്ക്ക് മാതൃഭൂമി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നല്ല വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു മാതൃഭൂമി ചാനലിൽ. പിന്നീട് അത് നിർത്തി അവർ. നല്ല വാർത്ത, ഈ സോഫ്റ്റ് സ്റ്റോറികൾ മാത്രം വെച്ചുകൊണ്ടുള്ള വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള സോഫ്റ്റ് സ്റ്റോറികളാണ് നല്ല വാർത്ത എന്നൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നീട് നിർത്തി. ഞാനത് തിരക്കി മനസ്സിലായി, അതിന് വ്യൂവർഷിപ്പ് ഇല്ല എന്നാണ്. അത് ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല. അപ്പോൾ വ്യൂവർഷിപ്പ് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന സെൻസിറ്റീവായ വാർത്തകളുടെ പിന്നാലെയാണ് മാധ്യമലോകം പോകുന്നത്. അപ്പോൾ അതിൽ ജോലിയെടുക്കേണ്ട എന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്തരം വാർത്തകൾ ഹണ്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ മത്സര ഓട്ടത്തിൽ ഓടുക എന്നതിനപ്പുറത്ത് യഥാർത്ഥം പുറത്തു നിന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ SFIക്കാരൻ കണ്ട മാധ്യമ ലോകമായിരുന്നില്ല അപ്പോൾ ചെന്നപ്പോൾ അനുഭവിക്കുന്ന ലോകം. അതാണ് കാരണം. അന്ന് ഈ പോട്ടോമാവിലെ കാര്യം ഞാൻ സ്റ്റോറി എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നു. വലിയ റെസിസ്റ്റൻസ് ആയിരുന്നു അവരുടെ ഭാഗത്ത്. അവർ നമ്മളെ തടയുകയൊക്കെ ചെയ്തു. വലിയ പ്രശ്നങ്ങൾക്കിടയിലാണ് ആ സ്റ്റോറി എടുക്കാൻ പോയത്. പക്ഷേ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് പോട്ടോമാവിൽ കുഷ്ഠമൊന്നുമില്ല, വന്ന വാർത്ത തെറ്റായിരുന്നു. ഞാൻ പോയതിൽ നിന്നല്ല തിരിച്ചു വരുന്നത്, സ്റ്റോറിയും വേറെ ആയിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ അത് പർവ്വതീകരിച്ച് വളരെ മോശപ്പെട്ടൊരു വാർത്ത ഈ പത്രം കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പത്രക്കാരവിടെ ചെല്ലുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വാർത്ത വന്നതിന് ശേഷം അവിടെയുള്ള ആ ഊരിലേക്ക് ആരും വിവാഹം കഴിക്കുന്നില്ല. കാരണം അവിടെ ഉള്ളവർക്കെല്ലാം ഇഷ്ടമെന്നല്ലേ വാർത്ത രചിക്കുന്നത്. പിന്നെ അപ്പോൾ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ അവർ നേരിട്ടു. പക്ഷേ അവിടെ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, റിയൽ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളായിരുന്നു പിന്നെ എൻ്റെ സ്റ്റോറിയുടെ ഫോക്കസായി മാറിയത്. അവരെ കേട്ടുകൊണ്ടും വേറൊരു ഭയങ്കര രസകരമായൊരു അനുഭവമായിരുന്നു അത്. വേറൊരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അതിപ്പോഴും ആ വീഡിയോ ആണ്. ഈ പോട്ടോമാവിൻ്റെ വീഡിയോ കണ്ടൻറ്റ് ഞാൻ പിന്നീട് തിരഞ്ഞെടുത്ത് കിട്ടിയിട്ടില്ല. അന്ന് കൈരളി TV-യിൽ KB വേണു ചെയ്തിരുന്ന സമകാലികം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഗംഭീരമായൊരു, ഇപ്പോൾ അതൊന്നും ഇല്ല കേരളത്തിലെ മാധ്യമങ്ങളിൽ. സമകാലികം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ സാമൂഹ്യ ഇടപെടൽ വേണ്ട, സാമൂഹ്യ ശ്രദ്ധ വേണ്ട, പ്രസക്തമായ
ജനങ്ങളുടെ പ്രശ്നങ്ങളും ജീവിതവും പറയുന്ന ഒരു സെഗ്മെൻ്റായിരുന്നു. അപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് അത് വരിക. ഒരാഴ്ചയിലെ ഒരു പ്രൈം ടൈമിൽ ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നൊരു അരമണിക്കൂറാണെന്ന് തോന്നുന്നു ഒരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. ഗംഭീരമായ സെഗ്മെൻ്റായിരുന്നു. അപ്പോൾ കെ ബി വേണുവിൻ്റെ സമകാലികത്തിൽ ഒരു സ്റ്റോറി വരിക എന്ന് പറയുന്നത് അന്ന് കൈരളിയിൽ ജോലി ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തനെ സംബന്ധിച്ച് പ്രൗഡായൊരു കാര്യമാണ്. എൻ്റെ 2 സ്റ്റോറികൾ അദ്ദേഹത്തിൻ്റെ ഈ സെഗ്മെൻറ്റിൽ വന്നിരുന്നു. ഒന്ന് ഈ പോട്ടോമാവ് ആദിവാസി കോളനിയിലെ കാര്യവും, ആദിവാസി കോളനിയല്ല ഇന്ന് പറയുമ്പോൾ ആദിവാസി സങ്കേതത്തിലെ കാര്യവും, ഇപ്പുറത്ത് വരുമ്പോൾ ഒരു തുഷാര എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ ഒരു സ്റ്റോറിയും. ആ സ്റ്റോറി ഇപ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടൻറ്റ് അവൈലബിൾ ആണ്. അത് ഇതുപോലെ തന്നെ വളരെ യാദൃച്ഛികമായി ഉണ്ടായൊരു സ്റ്റോറിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് നന്നായി ചെയ്തിട്ട് തുഷാര എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ഇപ്പോഴും തുഷാരയുടെ മകൻ അനന്തുവിന് ഇപ്പോൾ എത്ര പ്രായമാണെന്ന് എനിക്കറിയില്ല, ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, തുഷാര ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. പക്ഷേ അന്ന് തുഷാരയുടെ കയ്യിൽ തുഷാര മുലയൂട്ടിക്കൊണ്ടിരുന്ന അനന്തു എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയും ഒരു ചെറിയൊരു കുഞ്ഞിനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ സ്റ്റോറിക്ക് സാധിച്ചു. അതാണ് മാധ്യമപ്രവർത്തനത്തിന് അത് എന്നിലുണ്ടാക്കിയ ഒരു പ്രൗഡ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ സ്റ്റോറി വിശദീകരിക്കുന്നില്ല. ആ സ്റ്റോറി ഇപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിൽ. പറഞ്ഞത് അത്ര പവർഫുള്ളാണ്. എൻ്റെ ഒരു സ്റ്റോറിക്ക്, എൻ്റെ ഒരു ഇടപെടലിന്, കൈരളിയിലൊരു വാർത്തയ്ക്ക് ഒരു 2 മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഇല്ലെങ്കിൽ അവർ എന്താകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടാകും. അവരെ എന്നിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനുമൊക്കെയുള്ള ഇടപെടലിൻ്റെ ഫോളോ അപ്പ് മാധ്യമപ്രവർത്തനത്തിൻ്റെ കരുത്തിൽ നടത്താൻ കഴിയും. അപ്പോൾ അങ്ങനെയും മാധ്യമപ്രവർത്തനത്തെ വളരെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയും. ആ ഒരു ലോകം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അത് തന്നെയാണല്ലോ. നമ്മൾ അങ്ങനെ ഒരു ഇടപെടൽ ശേഷിയുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നതുകൊണ്ടാണ് എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോഴും ഓൾ ടൈമായി നിർത്തുന്നത്. സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്നത് പോലെ എൻ്റെ ഒരു ഇടപെടലിലൂടെ സമൂഹത്തിലും എൻ്റെ ഒരു ശബ്ദത്തിലൂടെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാനും, എൻ്റെ ഒരു ഇടപെടലിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഗുണകരമായ പ്രൊഡക്റ്റീവായ ഒരു മാറ്റം ഉണ്ടാക്കാനും എനിക്ക് സാധിക്കുന്നു എന്നുള്ളിടത്താണ് എനിക്ക് തീർച്ചയായും ഇത് സാധിക്കുക. അപ്പോൾ അത്തരമൊരു കാര്യത്തിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. പക്ഷേ ഇന്നത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ ഇന്ന് വന്നിട്ട് അത് മൊബൈലിൽ സാധാ വൈറലാവുന്ന കണ്ടന്റ് ഉൾപ്പെടെ മാധ്യമങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം റീച്ചിലേക്ക്, ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളൊരു ജേർണലിസം ലെവലോട്ടും എത്തുന്നുണ്ടല്ലോ. മീഡിയയുടെ ഇന്നത്തെ ജേർണലിസം എന്ന് പറയുന്നത് വളരെ ആപൽക്കരാണ്. വളരെ ആപൽക്കരാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് വളരെ പ്രമുഖരായ ഞങ്ങളുടെ ആദരിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരു ഡിസഗ്രിയും എനിക്കില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞത്, മനോരമയുടെ ഏറ്റവും തലമുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ ജോണി ലൂക്കോസ്. കേരളത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി പൈനിയർ എന്ന്, അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയാൻ കഴിയും. അദ്ദേഹം അമേരിക്കയിൽ നടത്തിയൊരു സംഭാഷണത്തിൽ അദ്ദേഹം ഒരു തുറന്നു പറച്ചിൽ നടത്തി. ഞങ്ങൾ എങ്ങനെയാണ് വാർത്ത എടുക്കുന്നത്, ചാനലുകളുടെ വാർത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ വാർത്ത സ്പിരിറ്റ് ഓഫ് ദി ടൈമിനെ ആസ്പദമാക്കിയാണ്. വാട്ട് ഈസ് സ്പിരിറ്റ് ഓഫ് ടൈം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്, ജനത്തിനെന്ത് വേണമെന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ റീച്ച് എങ്ങനെയാണ്, സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് എങ്ങനെയാണ്, അതാണ് വാർത്ത. ആ വാർത്തയിൽ നമ്മൾ വില്ലനായി ചിത്രീകരിക്കുന്നയാൾ യഥാർത്ഥ വില്ലനായിരിക്കണമെന്നില്ല. പക്ഷെ ജനം അയാളെ വില്ലനായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം പിന്നെ ആ സ്പിരിറ്റ് ഓഫ് ദി ടൈമിനനുസരിച്ച് വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ റോൾ. അവിടെ ധർമ്മം പോലും ഒന്നുമില്ല. ജനം പറയുകയാണ് ഹീ ഈസ് ദ വില്ലൻ. എല്ലാ കഥയിലും ഒരു വില്ലനും ഒരു നായകനുണ്ടാവും അല്ലേ? ഇപ്പോൾ വളരെ രസകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മീഡിയയിൽ നിന്ന് കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ മീഡിയയിൽ നിന്ന് മീഡിയയിൽ നിന്ന് നല്ലതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്താ, മീഡിയ എന്നറിയുന്ന മീഡിയ ഇൻഡസ്ട്രി എന്നാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്കല്ലാത്ത ഒന്നും കിട്ടില്ല. മീഡിയ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അതെ, ആണല്ലോ. 2 ടെലിവിഷൻ ഷോസാണ്. വാർത്തകളെന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? ഷോയാണ്. അതെ, മോർണിംഗ് ഷോ, നൈറ്റ് ഷോ, ഇതിനിടയിലുള്ള സൂപ്പർ പ്രൈം, എല്ലാം ഷോയാണ്. ശരിയാണ്. എല്ലാ ഷോയിലും ഒരു വില്ലനും ഉണ്ടാകും, ഒരു പരിഹാസ കഥാപാത്രം ഉണ്ടാകും. ഇതെല്ലാം ഷോയിൽ വരുന്ന കാര്യമാണ് ഇല്ലേ? എല്ലാ ചേരുവയും മിക്സ് ചെയ്ത സിനിമ പോലെ. നിങ്ങളൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ, ഒരു സിനിമ പോലെയോ
നിങ്ങളുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കാണുന്ന മറ്റൊരു വീഡിയോ ഷോ കണ്ടൻറ്റ് പോലെയോ നിങ്ങളുടെ ഒരു എൻ്റർടൈൻ കണ്ടൻമെൻറ്റ് പോലെയോ, ഇനി അതല്ല ഒരു സ്റ്റേജിൽ നിങ്ങൾ പോയി കാണുന്ന ഒരു ഷോ, അതുപോലൊരു ഷോ മാത്രമാണ് വാർത്ത. അതുകൊണ്ടാണ് വാർത്താവതാരകൻ കുതിരപ്പുറത്ത് പോകുന്നത്, വാർത്താവതാരകൻ കടലിൽ ചാടുന്നത്, വാർത്താവതാരകൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഷോയാണ്, എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗം ജനിപ്പിക്കുക, ആളുകൾക്ക് ഇങ്ങനെ ഒരു ഉദ്യോഗം ജനിപ്പിക്കുക. അപ്പോൾ ഉദ്യോഗം ജനിപ്പിക്കുന്ന അവതരണ രീതി അവലംബിക്കുക, നിങ്ങൾ ഡ്രസ് കോഡ് എല്ലാം അങ്ങനെയാണ്. എല്ലാം അങ്ങനെ അത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊണ്ടിരിക്കുക. എന്നിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. അപ്പോൾ ആളുകൾക്ക് ഇവിടെ അപ്പോൾ ജനം ഏറ്റുമുട്ടൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടെ വളഞ്ഞിരുന്നിട്ട് ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കുക. അപ്പോൾ ആ ഫീൽ ഉണ്ടാക്കുന്നതാണ്. അവരങ്ങോട്ട് മാറിയിരുന്ന് പരസ്പരം കൈ കൊടുത്ത് പിരിഞ്ഞ് അവരവരുടെ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന വില്ലനും നായകനും തമ്മിൽ യഥാർത്ഥത്തിൽ അവർ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുള്ളവരാണോ? ഒരു ഏതെങ്കിലും ഒന്നുമല്ലല്ലോ. അവരുടെ ജോലിയുടെ ഭാഗമായി വന്ന ആ ഷോയുടെ ഭാഗമായിട്ട് അവിടെ റോൾ ചെയ്യാണ്, ആ ഷോയിൽ അവിടെ റോൾ ചെയ്യാണ്. ഇപ്പോൾ ഈ ചാനലുകളിൽ ഇപ്പോൾ പരസ്പരം ഇരുന്ന് അഭിപ്രായങ്ങൾ പറയുക മാത്രമല്ല ഏറ്റുമുട്ടുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയിലെ മിഡ് എഡിറ്റേഴ്സാണ് ഞാൻ പറയുന്നത്. നല്ല റീച്ചുള്ളൊരു കണ്ടൻറ്റാണ്. എങ്ങനെയാണ് റീച്ച് ഉണ്ടാകുന്നത്? അവരിലുള്ള ഏറ്റുമുട്ടൽ പ്രതീതി സൃഷ്ടിക്കുകയാണ്, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പെട്ടെന്ന് ആ പ്രതീതിയിൽ അട്രാക്റ്റഡ് ആവും. ഒരു ഏറ്റുമുട്ടലുണ്ടല്ലോ. മാത്രമല്ല വളരെ രസകരമായ കാര്യം, ഞാൻ ഏറ്റുമുട്ടും, ഞാൻ എയുടെ ഭാഗം പറയുന്നു, നിങ്ങൾ ബിയുടെ ഭാഗം പറയുന്നു. അപ്പോൾ എയുടെ ഫോളോവേഴ്സ് എല്ലാം തന്നെ എൻ്റെ കണ്ടൻറ്റ് ഫോളോ ചെയ്യും, എൻ്റെ കണ്ടൻറ്റ് പറപ്പിക്കും, ബിയുടെ ഫോളോവേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ഫോളോവേഴ്സ്, ആളുകൾ കണ്ടിരിക്കുന്നവർ ഈ കണ്ടൻറ്റുകൾ വെട്ടിപ്പറപ്പിക്കല്ലേ. ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ആരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് റീച്ച് പോകുന്നത്, ആരുടെ ബ്രാൻഡിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ക്ലെവറായി വളരെ സൂക്ഷ്മമായി നമ്മുടെ സമയത്തെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ ഉള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, മീഡിയ എടുക്കുന്ന റോൾ ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം YLF ഞാൻ ഒരു ഹാർഡ് കോർ പൊളിറ്റിക്സിലോട്ട് പോകുന്നുള്ളതാണ്. YLF വെച്ച് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കനിമൊഴിയും ഷാഹിനയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ രസകരമായ കോൺവെർസേഷനായിരുന്നു. ആ കോൺവെർസേഷനിൽ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2G സ്പെക്ട്രം ഒന്നും കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അഴിമതിയും രാജ്യത്ത് നടക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല ഒരു സ്കാമിനെ കുറിച്ചുള്ള വാർത്ത എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു തരം ഇൻവെസ്റ്റിഗേഷനാണ്. അതൊക്കെ എന്താ പറയുക, ഒളിഞ്ഞു നോട്ടങ്ങൾ. ശരിയാണ്. ആൾക്കാരെ പുറകെ പോയി അവരെന്ത് ചെയ്യുന്നു അത് ജനങ്ങളെ അറിയിക്കുന്നു. പിന്നെ സോക്കോൾഡ് ലെഗസി മീഡിയ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ യൂട്യൂബ് കണ്ടന്റുകളും ഇതുപോലെ മാറി. ഇപ്പോൾ അപ്പുറത്തെ വശത്ത് ചിന്തിക്കുമ്പോൾ അവരുടെ പരിമിതി എന്താണ്, ജനത്തിന് ഇത് വേണ്ട. അപ്പോൾ കഴിഞ്ഞ ദിവസം അഭിലാഷ് മോഹൻ ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിത് കൊടുക്കുമ്പോൾ ജനത്തിനത് വേണ്ട. അപ്പോൾ ഷിരൂരും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ തന്നെ ആളുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ആളുകൾ കാണുന്നതല്ലേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പരസ്യം കിട്ടില്ല. അപ്പോൾ പ്രേക്ഷകർ ആ ഒരു ലിറ്ററസിയിലേക്ക് എത്തണം. ഇതൊരു ഷോയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തണം. ഇത് വാർത്തയല്ല, ഇത് വാർത്താ ചാനലല്ല, ഇതൊരു ഷോയാണ് അല്ലേ. നമ്മൾ കാണുന്ന വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ഒരു ഷോയാണ്. അവർക്ക് റീച്ച് കൂടുതൽ കിട്ടാൻ എന്നെ ആകർഷിക്കാൻ പ്രേക്ഷകർ അതിനുള്ള കണ്ടന്റുകളാണ് അവർ തരുന്നത്. ഇനി അതിനിടയിൽ അവർ ചിലത് കാതലായത് തരുമായിരിക്കും. അപ്പോൾ കണ്ടന്റ് ഉള്ളതിനെയും റീച്ചിന് വേണ്ടി തരുന്നതും തിരിച്ചറിയാൻ നല്ല ബോധം പുതിയ കാലത്ത് ഉണ്ടായി വരേണ്ട, കേരളത്തിൽ ഉണ്ടായി വരേണ്ട ഒരു മീഡിയ ലിറ്ററസി ക്യാമ്പയിനുണ്ട്. അതിലൂടെ മാത്രമേ ഇതിനെ മാറ്റാൻ കഴിയുള്ളൂ. അവർ ഷോ ചെയ്തുകൊണ്ടിരിക്കട്ടെ, അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഷോ ചെയ്തുകൊണ്ടിരിക്കട്ടെ, അതല്ലാതെ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതാണ് അതിൻ്റെ വേറൊരു ഭാഗം. അവരുടെ ഭാഗം അതാണ്, അവരുടെ ന്യായീകരണം അതാണ്. പക്ഷെ അതാണെന്ന് നമ്മൾ പറയണം. ഇത് സിനിമ മാത്രമാണ് കേട്ടോ. നിങ്ങൾ സിനിമയെ കാണുന്ന സിനിമാക്കാർ പറയുമല്ലോ, സിനിമയിൽ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും മദ്യപിച്ചുള്ളവരുത് കേട്ടോ, കാരണം സിനിമ റിയാലിറ്റി അല്ല കേട്ടോ എന്ന് സിനിമക്കാർ പറയില്ലേ, അല്ലേ? അല്ലെ സിനിമ തുടങ്ങുന്നതിനും പറയുമല്ലോ, ഇതിലെ കഥാപാത്രങ്ങളും ഡിസ്ക്ലൈമർ എഴുതി കാണിക്കുമല്ലോ. അതുപോലെ ഒരു ഡിസ്ക്ലൈമർ എപ്പോഴും നമ്മുടെ മനസ്സിൽ TV ചാനലിലെ ഇല്ലെങ്കിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ ഓരോ വീഡിയോ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓൺലി എ ഷോ, മേരെ ഷോ, ഇതൊരു കേവലമായ ഷോ മാത്രമാണ് എന്ന് നമ്മളെപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങളും എല്ലാം സാദർഭികമാണ്. ഇല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ തോന്നൽ എന്താ,
അത് ശരിയാണെന്ന് പോയാൽ ഇപ്പോൾ കുഴപ്പമല്ലേ? അതെ അല്ലേ? ഇതേ പ്രശ്നം ജനങ്ങൾ ഇങ്ങനെ കാണാതെ ഇപ്പം ജനങ്ങൾ അങ്ങനെ കാണില്ല. ഇപ്പം ഫൈറ്റ് ഉണ്ടാകും, പരസ്പരം രാഷ്ട്രീയക്കാർ തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അതങ്ങനെയാണെന്ന രീതിയിലാണല്ലോ കാണുന്നതും ഫാൻ ഫോളോയിങ് രീതിയിലുള്ള പരസ്പരം തർക്കങ്ങളൊക്കെ വരുന്നത്. ഇത് ശരിക്കും ഇന്ത്യയുടെ ഡെമോക്രസി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ തന്നെ ബാധിക്കുന്നതല്ലേ? നമ്മുടെ തീർച്ചയായിട്ടാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. മാർക്കോ സിനിമ വല്ലാതെ ബോക്സ് ഓഫീസ് ഹിറ്റായൊരു സിനിമയാണ്. ഹനീഫ് അദേനിയുടെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ആ അർത്ഥത്തിൽ നല്ല നിലയിൽ പോയൊരു സിനിമയാണ്. പറഞ്ഞത് മാർക്കോയുടെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വയലൻസാണ്. അതെ, ശരിയല്ലേ? വയലൻസ് എന്ന ഫ്യൂല് കാരണമാണ് അത് വിറ്റുപോയത്. തീർച്ചയായിട്ടും അല്ലേ? വയലൻസ് നേരത്തെ പറഞ്ഞ ഭാഷ പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ദി ടൈമായി മാറി. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് വെക്കാനുള്ള കാരണം അതാണ്. ആ സിനിമയുടെ നിർമ്മാതാക്കളോ സിനിമയുടെ സംവിധായകനോ സിനിമയിലെ സ്റ്റാർ ചെയ്തവരോ ആരെങ്കിലും ആ വയലൻസ് സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അത് കാണുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടോ ഈ വയലൻസ് എല്ലാം എനിക്ക് ചെയ്യണമെന്ന്? ഇല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ മാർക്കോ സിനിമ കണ്ടതുപോലെ മാത്രമേ ഇപ്പോഴത്തെ ടെലിവിഷൻ ചാനൽ കാണാവൂ. ശരിയല്ലേ? മാർക്കോ ഇറങ്ങി, മാർക്കോ ആളുകൾ കണ്ടു, മാർക്കോയിൽ നിന്ന് വലിയ ലാഭം കിട്ടി. ശരിയല്ലേ? അതെ, ആണല്ലോ. ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഫിലിം ഇതുപോലെ മാത്രമാണ് കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും ഒരു ദിവസം കടന്നു പോകുന്നത്. അവരുടെ ഓരോ സ്റ്റോറി ഇതിനുള്ളതാണ്. വലിയ മുതൽ മുടക്കുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ പറയുന്നത്. രണ്ട് തരത്തിൽ കാണണം. ഒന്ന്, ഒരു ലെഗസി മീഡിയാസ് എന്ന് പറയുന്നതെല്ലാം തന്നെ വലിയ മുതൽ മുടക്കുള്ള സ്ഥാപനമാണ്. അത് കടന്നു പോകാൻ എന്ന് പറയുന്നത് മാത്രം മൂലധന നിക്ഷേപം വലുതാണ്. ഓരോ നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന വലിയ തുകയാണ്. ഇപ്പോൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു സാധനം ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം എങ്കിൽ മാത്രമേ കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായും. അപ്പോൾ പിന്നെ ഉയർന്ന ശമ്പളം ഒരു ഭാഗം പേർക്ക് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കെല്ലാം ചെറിയ ശമ്പളങ്ങളാണ്. പക്ഷേ എങ്കിലും റണ്ണിങ് എക്സ്പെൻസ് ഈസ് ഹൈ ആണല്ലോ. പിന്നെ മത്സര ഓട്ടത്തിൽ എല്ലാവരും തയ്യാറാവല്ലേ. അപ്പോൾ ഒരാൾക്കും വിട്ടിരിക്കാൻ പറ്റില്ല. ആ സ്റ്റോറി കവർ ചെയ്യേണ്ട, അതിന് ആളെ അയക്കേണ്ടതെന്നൊന്നും കരുതാൻ പറ്റില്ല. ഒരാളെ അയച്ചാൽ ബാക്കിയുള്ള ആളെ അയക്കേണ്ടി വരും. അപ്പോൾ എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചാനൽ, ആ ചാനൽ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, നല്ല ഒരു പ്രധാനപ്പെട്ട ഒരാളെന്നോട് പറയായിരുന്നു, ഷിരൂര് എത്ര രൂപയാണ് ഞങ്ങൾ കളഞ്ഞത് വെറുതെ എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിച്ചിരുന്നില്ല ആ യാത്ര. പക്ഷേ റിപ്പോർട്ടർ TV പോയി അത് റീച്ചാക്കി അത് വലിയ സംഭവമാക്കി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ആ കോമ്പറ്റീഷനിൽ മാറിയിക്കാനായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചിലവ്. അപ്പോൾ ആ മുതൽ മുടക്കിനുള്ള ലാഭം, അതിൽ നിന്നുള്ള ന്യായമായ ലാഭം അല്ലെങ്കിൽ വലിയ ലാഭം, അമിത ലാഭം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഷോ ചെയ്യുമ്പോൾ, റേറ്റിംഗിൽ മുൻപിലെത്താൻ വേണ്ടി അവർ മത്സരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. മാർക്കോ സിനിമ കാണാൻ തിയേറ്ററിൽ പോയതുപോലെ മാത്രമേ ഇതിനെ കാണാവൂ. അല്ലാതെ നമ്മൾ ഫോളോ ചെയ്തില്ലായിരുന്നു. മാർക്കോ സിനിമയിൽ കണ്ടതുപോലെ എല്ലാവരും പരസ്പരം ചുണ്ടൊക്കെ വലിച്ച് കടഞ്ഞുപോയില്ലേ, അതുപോലെ കത്തിയെടുത്ത് കുത്താൻ തുടങ്ങിയാൽ ശരിയാവില്ലേ? അപ്പോൾ അത്രയും ഇതിനെ കാണാവൂ. അതൊരു ഷോയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അല്ലേ? അത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നന്നായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ജനം അത് സ്വീകരിച്ചു. അതിൻ്റെ എസ്തെറ്റിക് സെൻസാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണത് കൺസീവ് ചെയ്യപ്പെട്ടത്. അതുപോലെ ഒരു ഷോയാണ് ഇപ്പുറത്ത് നടക്കുന്നത്. തീർച്ചയായും തിരക്കഥയോടെ ഡെഫിനറ്റ്ലി. അല്ല എന്താ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ കൊണ്ടുപോകുന്ന ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാർത്ത എടുത്താൽ ഇതെടുത്താൽ ആളുകൾ കാണും. എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ ആളുകൾക്ക് തന്നെ? ഏതെങ്കിലും വാർത്തകളുടെ ഫോളോ അപ്പ് നിങ്ങൾ കാണാറുണ്ടോ? നിജസ്ഥിതി തേടി പോകുന്നുണ്ടോ? പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? എഴുതാപ്പുറങ്ങൾ വായിക്കുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉണ്ടോ? ഒന്നുമില്ല. അതിനത് ആവശ്യമില്ല. അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം എത്ര ദാരുണമാണ്. ഒരു സ്റ്റോറി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഒരു സിനിമാറ്റിക് ലെവലിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് ഒരു സ്റ്റോറി കണ്ടന്റ്, സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലെ വിവാദമായ സംഗതി കണ്ടില്ലേ? ആ പെൺകുട്ടിയെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ, ഒരൊപ്പനയ്ക്ക് മണവാട്ടിയായ പെൺകുട്ടിയെ വെച്ചിട്ട് ഒരു സ്റ്റോറി കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാണ്. കാരണം അവരുടെ ലക്ഷ്യം ഇങ്ങനെയൊരു ഒപ്പന ഗംഭീരമായിരുന്നു, ഒപ്പനയിൽ മത്സരിച്ചു എന്നുള്ളതാണ് വാർത്ത അതിലെ, അല്ലേ? ജനത്തിന് അറിയേണ്ടതല്ലേ ഉള്ളൂ. ഇതെന്തിനാണ്? കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും. ഇപ്പോൾ പ്ലാറ്റ്ഫോമുകൾ പലതാണല്ലോ. ഞാൻ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇനി വേറൊരു ഭാഗം, ഈ യൂട്യൂബിൽ നിന്നെല്ലാം ലഭിക്കുന്നത് വലിയ വരുമാനമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. ഞാൻ ലെഗസി മീഡിയ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ
കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. പ്രൊഡക്റ്റീവായി എന്തെങ്കിലും പറയുകയല്ല, മഞ്ഞ കൾച്ചറുള്ള, പാപ്പരാസി കൾച്ചറുള്ള യൂട്യൂബ് വാർത്തകൾ ആളുകളെ സ്വാധീനിക്കാനും. ഞാൻ വളരെ രസകരമായ കാര്യം, ഞാൻ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ഒരാളെ, ഒരു വോട്ടറെ സ്വാധീനിച്ചിരിക്കുന്നതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു കാര്യം, എൻ്റെ പാർട്ടിയിലെ വേറൊരു ആളെക്കുറിച്ചുള്ള ഒരു കാര്യം, തികച്ചും തെറ്റായ കാര്യം, ഒരു വസ്തുതയുമില്ലാത്ത കാര്യം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും പറയാത്ത കാര്യം, ഓക്കെ, ഒരു യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് അയാൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കുറേ നേരം വരുന്നത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായോ തെറ്റായി പോയല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഞാൻ അദ്ദേഹത്തെ വളരെ സമാധാനത്തോടെ കേൾക്കുകയും ക്ഷമയോടെ അദ്ദേഹത്തോട് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ എത്ര പേരിലേക്കാണ് ഇത് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അതെന്തിനാണ് ഇയാളിത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരാളെ തെറി വിളിക്കുന്നു. ഞാൻ ആളെ പറയുന്നില്ല. ഒരു ദിവസം എന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെന്നെ വിളിച്ചു, വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, മുമ്പ് സുഹൃത്തായിരുന്ന ഒരാൾ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നെ വിളിച്ചിട്ട് അയാളാ വേറെ ഒന്നും തോന്നരുതേ, നീ കണ്ട ഞാൻ നിന്നെ കുറേ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കേട്ടോ. അവനിപ്പോൾ യൂട്യൂബ് ചാനലെടുത്താണ്. എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ കണ്ടില്ല, ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല അത്. അല്ല, ഞാൻ നീ കണ്ടു എന്ന് കരുതിയിട്ടാണ് വിളിച്ചത്, എനിക്ക് വിഷമം തോന്നരുത്, അത് കുറച്ച് റീച്ച് കിട്ടി, അങ്ങനെ റീച്ച് കിട്ടുമെന്നുള്ളതുകൊണ്ടങ്ങ് ചെയ്തതാണ്. സീരിയസ്ലി ലിറ്ററലി എന്നെ വിളിച്ച് പറഞ്ഞതാ, അളിയ എനിക്ക് വേറെ ഒന്നും തോന്നരുത്, അളിയാന്നാണ് വിളിക്കുന്നത്. എപ്പോഴും ഇപ്പോഴായാലും അളിയാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളെന്നെ വിളിച്ചിട്ട് പറയാണ്, അളിയ വേറെ ഒന്നും തോന്നരുത്, ഞാനൊരു 1-2 കണ്ടൻറ്റ് നിനക്കെതിരെ ചെയ്തിട്ടുണ്ട്, വളരെ അല്പം കടുപ്പിച്ചാണ് ചെയ്തത്, വളരെ മോശമായിട്ടൊക്കെയാണ് ചെയ്തത്, നിനക്ക് വേറെ ഒന്നും തോന്നരുത് കേട്ടോ, നീ എന്തിനാണ് ചെയ്തത്. അല്ല, നല്ല റീച്ച് കിട്ടി അളിയ, അങ്ങനെ ഒരെണ്ണം ചെയ്ത് നല്ല റീച്ച് കിട്ടി, നമ്മൾ രണ്ടാമത്തേം ചെയ്തു. എനിക്ക് പിന്നീടൊരു കുറ്റബോധം, നീ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പിന്നെ എനിക്ക് എന്നെക്കുറിച്ച് തോന്നാം. അതുകൊണ്ടാണ് എനിക്ക് കുറ്റബോധം എന്ന് വെച്ചാൽ ചെയ്താൽ അങ്ങനെ, കാരണം നമ്മൾ തമ്മിൽ നല്ല ബന്ധമുള്ള ഒരാളാണേ. അപ്പോൾ ഇനി കാണുമ്പോൾ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കും ഇത് കണ്ടാൽ? അപ്പോൾ ആൾ കരുതുന്നത് ഞാനിത് കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഇനി കാണാൻ സാധ്യതയുണ്ടാകും. കാണാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അതിൽ കണ്ടിട്ടില്ല, അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, എന്നെ തലട്ടി കിട്ടുന്നില്ല, എന്ത് ചെയ്താലും എനിക്ക് അയാൾക്ക് വരുമാനം കിട്ടിയെന്ന് പറഞ്ഞു, നല്ല റീച്ച് കിട്ടിയെന്ന് പറഞ്ഞു. റീച്ചിൻ്റെ സെൻസ് എൻ്റെ ഓഫ് ദി ഡേ അയാൾക്ക് കിട്ടുന്ന വരുമാനമാണ്, റവന്യൂ ആണ്. അപ്പോൾ എന്താണ് ഹ്യൂജായിട്ടുള്ള, അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബിൽ വരുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഒരു എത്തിക്കൽ സെൻസിൽ ചെയ്യുന്ന കാര്യമല്ല, റവന്യൂ ആണ്. ലെഗസി, സോക്കോൾഡ് ലെഗസി മീഡിയ ആയാലും ഇപ്പുറത്തായാലും യൂട്യൂബ് കോണ്ടന്റ് ആയാലും റവന്യൂ, അതിനുവേണ്ടിയാണ് തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത്. ഉദ്യോഗം ജനിപ്പിക്കുന്ന തംബ്നെയിലുകൾ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് ആളുകൾ അത് ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് പോയി അത് കാണാൻ പ്രേരിപ്പിക്കുന്ന വിധം, ഇങ്ങനെ ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയാണെന്നും ബിസിനസ്സാണെന്നും ലാഭനഷ്ടങ്ങളുടെയും വരുമാനത്തിൻ്റെയും കണക്കിൻ്റെയും മാത്രമാണെന്നും ഉള്ള ഇതിനിടയിൽ ശരി ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമൂഹിക അവബോധം നമ്മൾ സമൂഹത്തിൽ ലേൺ ചെയ്യിപ്പിച്ചെടുക്കണം. അതിനുള്ള വലിയ ബൃഹത്തായ ക്യാമ്പയിനുകൾ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കണം, യുവജന സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കണം. റെസ്പോൺസിബിളായ എല്ലാ മനുഷ്യരും, അധ്യാപകരും, നമ്മൾ സ്കൂൾ തലം മുതൽ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് പഠിപ്പിക്കാനും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്, ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം സമൂഹത്തിൽ വലിയ അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും, നമ്മുടെ സമൂഹത്തെ പുറകോട്ട് നയിപ്പിക്കും. എത്ര വലിയ ശാസ്ത്രവിരുദ്ധതയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതലും ഗാഡ്ജറ്റുകളിലാണ് കിടക്കുക. അപ്പോൾ ഗാഡ്ജറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഗാഡ്ജറ്റിലൂടെ കാണുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ മിസ്ഇൻ്റർപ്രേറ്റ് ചെയ്താലാണ് ആ ഗാഡ്ജറ്റിലുള്ള ഇൻഫർമേഷൻ പോലും, യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയും മാനിപ്പുലേഷൻ എവിടെയും സാധ്യമാണ്. മാത്രമല്ല യൂട്യൂബ് കണ്ടന്റ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ശാസ്ത്രവിരുദ്ധത ഇതെല്ലാം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും സ്ഥിരമായി കാണുമ്പോൾ. അപ്പോൾ എന്താണ് കാണേണ്ടത് എന്നതുപോലെ തന്നെ കാണുന്ന കാര്യത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മളിപ്പോൾ ഞാൻ മാർക്കോയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. മാർക്കോ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട്, അല്ലെങ്കിൽ കുട്ടി കാണുന്നില്ല ഇപ്പോഴും, ഇപ്പോൾ കാണുന്ന ഓരോ മനുഷ്യരും സ്വയം പറയുമല്ലോ, അതെ ഇങ്ങനെ ആകാൻ പാടില്ല, ഞാനിങ്ങനെ ആകാൻ പാടില്ല എന്നൊരു വയലൻസ് കാണുമ്പോഴോ സിനിമയിലൊരു തെറ്റായ കാര്യം കാണുമ്പോഴോ നമ്മൾ സ്വയം പറയുമല്ലോ. ശരിയാണ്. അതുപോലെ എന്തുകൊണ്ടാണ് അതൊരു അവബോധത്തിൽ നിന്നല്ലേ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സിനിമയാണ്, അതൊരു സിനിമ മാത്രമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. അതുപോലൊരു ബോധ്യം ഇതൊരു ടെലിവിഷൻ ഷോ മാത്രമാണ്
ഇല്ലേ? വാർത്ത വായിക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ആ ബോധം ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അതിനിടയിൽ പോസിറ്റീവ് കണ്ടന്റ് ഉണ്ടോ? സിനിമയിലും പോസിറ്റീവ് കണ്ടന്റുകൾ വരാറുണ്ട്. നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, ഇല്ലേ, അതെ, നമുക്ക് പുതിയ അറിവ് തരുന്ന ഒട്ടേറെ കാര്യങ്ങൾ സിനിമയിലും വരാറുണ്ട്. എല്ലാ സിനിമകളിലും ഉണ്ടായേക്കും. അപ്പോൾ പറഞ്ഞത്, അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമല്ലോ. അതുപോലെ ഒന്നായി ഇതിനെ കാണണം. അല്ലാതെ ഇതൊരു ബൈബിളല്ല, ഇതൊരു വിശുദ്ധ പുസ്തകമല്ല നമ്മൾ വായിക്കുന്നത്, കാണുന്നത് എന്ന ധാരണ നമുക്കുണ്ടാവണം. ഈ കാരണത്താലാണ് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക്, അതായത് മാധ്യമപ്രവർത്തനത്തിൽ ഇല്ല, അന്ന് ഇത്ര കണ്ട് വർഷമൊന്നുമല്ലല്ലോ. നമ്മളിപ്പോൾ SFIയിൽ വിദ്യാർത്ഥി, എനിക്ക് മാത്രമല്ല കേട്ടോ, ഏതൊരാൾക്കായാലും ഒരു പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ലഹരിയാണ്. നമുക്കിപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, മൊബൈൽ ഫോണിൽ ഇങ്ങനെ തുടർച്ചയായി ഈ സമയത്തിനുണ്ട് എത്രയോ കോൾ വന്നിട്ടുണ്ടാകും, ഇല്ലേ? അതെല്ലാം തിരിച്ച് വിളിക്കുന്നുണ്ട്. ഈ കോളുകളൊക്കെ നിലച്ചു പോകുന്നൊരു ദിവസം ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ എന്നെ ആരും വിളിക്കാതിരിക്കുന്നു, ആലോചിച്ച് നോക്കി. വലിയ പ്രയാസമാണ്. അല്ല, നമുക്കതിൽ നിന്ന് വേ ഔട്ട് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ തിരക്കിട്ട രാഷ്ട്രീയ ലൈഫിനിടയിലാണ് ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്ക് പോകുന്നത്. മാധ്യമപ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തനമാണല്ലോ, മാറുകയാണല്ലോ. രാവിലെ പിന്നെ ഷെഡ്യൂൾഡാണ്. അൺഷെഡ്യൂൾഡായ ഒരു സ്ഥലത്തിങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ കെട്ടിയിടപ്പെടുകയാണ്. എന്നെക്കൊണ്ട് അത് പ്രയാസമാണ്. ആൽക്കമിസ്റ്റ് ബുക്കും ഈ ജീവിതവും എല്ലാം കണ്ണൂർ സംസ്ഥാന സമ്മേളനവും എല്ലാം തിരിച്ച് വീണ്ടും സജീവമാകണമെന്ന് എനിക്ക് തോന്നി. അതിലെന്ത് ചെയ്തെന്നുള്ളതല്ല. എനിക്കെപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം തന്നെ കൂടുതലും മാനസികാരോഗ്യവും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണല്ലോ. നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും കംഫർട്ടബിളായ സ്ഥലത്ത് നിൽക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും കംഫർട്ടബിളെന്ന് തോന്നുന്ന സ്ഥലത്ത്. നമ്മൾ വേറെ ആരുടെയും സമ്മർദ്ദത്തിന് വശംവദരായി നമുക്കിഷ്ടമില്ലാത്ത, കംഫർട്ടബിളല്ല എന്നെനിക്ക് തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകാതിരിക്കുക. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ സമാപന വേദിയിൽ ടൊവിനോയും ആസിഫുമായിരുന്നു. കേരളത്തിലെ ഇന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള 2 ചലച്ചിത്ര നടന്മാരാണ്. രണ്ടുപേരും വളരെ കൗതുകരമായൊരു കാര്യം രണ്ടുപേരുടെ സ്പീച്ചിൽ ഞാൻ ശ്രദ്ധിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ കലോത്സവ വേദിയിൽ കസേര പിടിച്ചിടാൻ പോലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേയാളും ഇതിന് സമാനമായി തന്നെ ആവർത്തിച്ചു. ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാക്ഷരത പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരും സ്കൂളിലെത്താത്ത, എല്ലാവർക്കും വീടില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും പട്ടിണി തന്നെ സാർവത്രികമായ ഒരു സംസ്ഥാനത്തും പരിസരത്തും നിന്നുകൊണ്ട് ഹാപ്പിനെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കേരളത്തിൽ അതേസമയം തന്നെ വലിയൊരു ചലഞ്ച് രൂപപ്പെട്ടു വരുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. കോവിഡ് വന്നാൽ ഡോക്ടറെ കാണാൻ പോകണം, ടെസ്റ്റ് എടുത്താൻ പോകണമെന്ന അവബോധം മലയാളിക്കുണ്ട്. പക്ഷേ എനിക്കൊരു മാനസികമായ ഒരു പ്രശ്നം, ഒരു ഡിപ്രഷൻ്റെ ഒരു മൂഡ് സ്വിങ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും, ഇനി പോയാലും മരുന്ന് വേണ്ട കേട്ടോ എന്നെല്ലാം പറയുന്നതിൻ്റെ ഒരു ഐറണി ഉണ്ടല്ലോ. ശരിയാണ്. നല്ല പ്ലാറ്റ്ഫോമുകളും നല്ല കോണ്ടൻറ്റുകളും ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. സോഴ്സ് പോലുള്ള ഇത്തരത്തിലുള്ള സ്പേസുകളുണ്ടാകട്ടെ. ഇതും നല്ലൊരു സോഷ്യൽ സ്പേസാണ്, ഇടപെടലിൻ്റെ സ്പേസാണ്.